ആ, കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ചെയ്യട്ടെ. ദൈവവചനത്തിൽ പറയുന്നു, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും. അപ്പം ഇന്ന് നമ്മൾ അതിനധികം ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിന് മധ്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞ ഒരു വചനം, ദൈവം നമുക്ക് അഭിവൃദ്ധി വരുത്തുന്ന ദൈവമാണ്. ഒന്ന്, നിങ്ങളായിരിക്കുന്ന മുറികളിൽ അതൊന്ന് വായ തുറന്ന് പറയാൻ പറ്റുമോ? ദൈവം അഭിവൃദ്ധി വരുത്തുന്ന ദൈവമാണ്. ദൈവം അഭിവൃദ്ധി വരുത്തുന്ന ദൈവമാണ്. ഒരിക്കലും ദൈവം നമ്മെ കുഴിയിലിട്ടേച്ച് കളയുന്ന ഒരു ദൈവമല്ല. ദൈവം നമ്മെ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. ദൈവം നമുക്ക് അഭിവൃദ്ധി വരുത്തുന്ന ദൈവമാണ്. 2 ദിനവൃത്താന്തം 20-21 നാം കാണുന്നു, യഹോവയിൽ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. 2 കാര്യമാണ് അവിടെ പറയുന്നത്. ഒന്ന്, യഹോവയിൽ വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം? ഹല്ലേലൂയ. നമ്മൾ ആരും വിശ്വസിക്കാത്തവരാണോ? ഇത് പറയുന്നത് വിശ്വസിക്കാത്ത ഒരു കൂട്ടത്തോടാണോ? അല്ല. യഹോവയുടെ പ്രവർത്തികളെ, ദൈവത്തിന്റെ പ്രവർത്തികളെ കണ്ട ഒരു ജനത്തോടാണ് വീണ്ടും പറയുന്നത്, നിങ്ങൾ യഹോവയിൽ വിശ്വസിപ്പിൻ. മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായത്തിന്റെ 23 ഞാൻ നിങ്ങളോട് ഇതിനു മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ദൈവത്തിന്റെ വിശ്വാസമുള്ളവരായിരിക്കും. അവിടെ കൊടുത്തിരിക്കുന്ന വചനം ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും എന്നാണ്. എന്നാൽ ഒന്നും കൂടെ കടത്തി പറഞ്ഞ അവിടെ ഒരു ചെറിയ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. ദൈവത്തിന്റെ വിശ്വാസമുള്ളവരായിരിക്കും. എന്താണ് ദൈവത്തിന്റെ വിശ്വാസം എന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്തായിരിക്കും? ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തിന്റെ വിശ്വാസം എന്തായിരിക്കും? ദൈവത്തിനൊരു വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ദൈവം വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ആമേൻ. എല്ലാം ചമച്ചവൻ, സർവവ്യാപിയായവൻ, എൽശദായവൻ, സർവശക്തനായവൻ. ആദ്യം ദൈവം സ്വർഗങ്ങളും ഭൂമിയും, നമ്മൾ ആകാശവും ഭൂമിയും എന്നാണ് അവിടെ സ്വർഗങ്ങളും ഭൂമിയും, ഹെവൻസ് ആൻഡ് ദി എർത്ത്, സ്വർഗങ്ങളും ഭൂമിയും ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പിന്നീട് താഴോട്ടുള്ള വചനം കാണുന്ന സമയത്തൊക്കെ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അവൻ വാക്കുകൊണ്ട് സൃഷ്ടി ചെയ്തു, ശൂന്യതയിൽ നിന്ന് സൃഷ്ടി ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാതിരിക്കുമ്പോഴും ഈ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ സാഹചര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്തതായിരിക്കുമ്പോഴും നമുക്ക് ഈ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. എന്താ? എന്റെ ദൈവം ശൂന്യതയിൽ നിന്ന് ചിലതിനെ വിളിച്ചു വരുത്തിയവനാണ്. ഹല്ലേലൂയ, ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു നമ്മുടെ ശൂന്യതയിൽ, നമ്മുടെ നിരാശയിൽ, നമ്മുടെ ഏകാന്തതയിൽ മുന്നോട്ടൊരു സാഹചര്യം കാണാതിരിക്കുമ്പോൾ എൻ്റെ വാക്കിന് ശക്തിയുണ്ട്, എൻ്റെ ദൈവം വാക്കിനാൽ ചിലതിനെ ഉളവാക്കിയവനാണ്, ആ ദൈവത്തിന്റെ വിശ്വാസം ദൈവം എൻ്റെ അകത്താക്കിയിട്ടുണ്ട്, ഈ വിശ്വാസത്തിൽ നിന്ന് ഞാൻ ചിലത് സംസാരിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ കാണാത്ത ചില കാര്യങ്ങൾ ഉളവായി വരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എന്താ ദൈവം ചെയ്തത്? ശൂന്യമായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് അതത് തരം വിത്ത് ഉള്ള വൃക്ഷം മുളച്ചു വരട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. ആമേൻ. ഇതെല്ലാം അവന്റെ വാക്കിനാൽ പുറപ്പെട്ടപ്പോൾ ഇത് പുറപ്പെട്ടു വന്നെങ്കിൽ ഇന്ന് നാം അതേ ദൈവത്തിന്റെ വിത്തിൽ നിന്ന് ജനിച്ചവരാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നാം കാണുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആമേൻ. നമ്മുടെ ബീജങ്ങളെല്ലാം കെട്ടുപോകുന്നതാണ്, അതിന് അല്പായുസ്സേ ഉള്ളൂ. ഒരു കുഞ്ഞ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉരുവാകാൻ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, എത്രയോ മണിക്കൂർ വേഗതയിൽ, 1 മണിക്കൂറിനുള്ളിൽ എത്രയോ കിലോമീറ്റർ സ്പീഡിലാണ് ഒരു ബീജം അതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ആമേൻ. കോടിക്കണക്കിന് ബീജങ്ങൾ ഒരു അണ്ടത്തിലേക്ക് ചെന്ന് മുട്ടിയാൽ അതിൽ ഒന്നേ അകത്ത് കയറുന്നുള്ളൂ. ഹല്ലേലൂയ. അതാണ് ജീവനായിട്ട് പുറത്തു വരുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, അത് കെട്ടുപോകുന്നു, ബാക്കി എല്ലാം കെട്ടുപോകുകയാണ്, ബാക്കി ഒന്നിനും ജീവൻ ഉണ്ടാകുന്നില്ല. പക്ഷേ ദൈവവചനത്തിൽ നാം കാണുന്നു, നിങ്ങൾ ജനിച്ചത് അങ്ങനെയല്ല. ഭൂമിയിൽ നാം ജനിച്ചത് മാതാപിതാക്കൾക്കാണ്, അത് കെടുന്ന ബീജത്താലാണ്. ഒരു കെടാത്ത ബീജമാണ് നമ്മൾ ജീവനോടെ നിൽക്കുന്നത്. എന്നാൽ ദൈവവചനം എന്ന് പറയുന്നത് കെടാത്ത ബീജമാണ്, നിലനിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ദൈവവചനത്താൽ നാം, നമ്മുടെ അകത്തെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആമേൻ, യോഹന്നാൻ 1:12 പറയുന്നു,
ആമേൻ. നമുക്ക് എങ്ങനെ ദൈവമക്കളാകുവാൻ അധികാരം തന്നു എന്നുള്ളത്. ഹല്ലേലൂയ. നാം എങ്ങനെയാണ് ദൈവമകനായി എന്നുള്ളത്. ആമേൻ. യേശുവിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അവൻ ദൈവത്തിന്റെ പുത്രനാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു. അതേ അധികാരം നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1:12 എടുത്ത് വായിക്കുമ്പോൾ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അല്ലേ? ഈ അധികാരം ഉപയോഗിച്ചത് കൊണ്ടാണ്, അധികാരം കൊടുത്തിട്ടേ ഉള്ളൂ, ഉപയോഗിക്കുന്നവരാണ് ദൈവപുത്രന്മാരായി തീരുന്നത്. ഹല്ലേലൂയ. ഉപയോഗിച്ച ഞാനാണ് ദൈവമകളായി തീർന്നത്, ദൈവപുത്രനായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിൽ സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല, നാം എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നത്രേ. ആമേൻ. ഹല്ലേലൂയ. ഭൂമിയിലാണ് ജെൻഡർ വെച്ചിരിക്കുന്നത്, ഭൂമിയിലാണ് സ്ത്രീ എന്നും പുരുഷനെന്നും വെച്ചിരിക്കുന്നത്. പക്ഷേ ക്രിസ്തുവിൽ ജനിച്ചവൻ ക്രിസ്തു എങ്ങനെ ഈ ഭൂമിയിലായിരിക്കുന്നുവോ അതുപോലെ ആകാനുള്ളവനാണ്. ആമേൻ. അതുകൊണ്ടാണ് അവർക്ക് ദൈവപുത്രൻ എന്ന അധികാരം കൊടുത്തത്. ഹല്ലേലൂയ. അയ്യോ, ദൈവ മകൾ എന്ന് പറഞ്ഞാൽ പോരെ? നോ നോ. ആമേൻ. ദൈവ വചനപ്രകാരം മകളില്ല, ദൈവപുത്രന്മാരാണ്. അതുകൊണ്ട് റോമ ലേഖനത്തിൽ പറയുന്നത്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആമേൻ. ദൈവപുത്രിമാരുടെ എന്ന് പറയുന്നില്ല. അതിനർത്ഥം നമ്മൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നല്ല. ക്രിസ്തുവിൽ സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ വെളിപ്പാടകത്ത് കയറി? ആമേൻ. അങ്ങനെയാണെങ്കിൽ ദൈവവചനം പറയാണ്, പുരുഷത്വം കാണിപ്പിൻ. ഇത് പുരുഷന്മാരോട് പറയുന്നതാണോ? ഇതിലധികം സഹോദരിമാരായതുകൊണ്ടാണ് ഞാൻ സഹോദരിമാരോടായിട്ട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. പുരുഷത്വം കാണിപ്പിൻ നമ്മൾ സാധാരണ പറയുന്ന ഒരു വേർഡാണ് അല്ലേ? പുരുഷത്വം കാണിക്കണം, പുരുഷത്വം കാണിക്കണം. ഇത് ആരോട് പറയുന്നത്? ദൈവവചനം ആമേൻ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, ആമേൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ എന്ന് പറയുന്നത് ദൈവ മനുഷ്യൻ, അകത്തുള്ള മനുഷ്യൻ കാണിക്കേണ്ട ഒരു അധികാരത്തെ കാണിക്കുന്നതാണ് ആമേൻ പുരുഷത്വം കാണിക്കാൻ എന്ന് പറയുന്നത്. ആമേൻ. നമ്മൾ ആദ്യം വായിച്ച വചനത്തിൽ പറയുന്നത്, യഹോവയിൽ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ആടിപ്പോകുന്നത് എന്തുകൊണ്ടെന്നാണ് അറിയാമോ? ഈ ഒരു വിശ്വാസം നമ്മുടെ അകത്തില്ലാത്തത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മർക്കോസിന്റെ സുവിശേഷത്തില് ആമേൻ ആ ഒരു വചനത്തില് ദൈവത്തിന്റെ വിശ്വാസമുള്ളവരായിരിക്കും എന്നിട്ട് അടിയിൽ പറയുന്ന ഒരു വചനമാണ്, നീ ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം അതാണെന്ന് എന്റെ മൈൻഡിൽ ഇപ്പൊ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു. ആണോ? എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇപ്പൊ ഒത്തിരി സൂം മീറ്റിങ്ങുകളിലായിട്ട് കയറുന്നു, ഏത് വചനം ഏത് സൂമിലാണ് പറഞ്ഞതെന്ന് തന്നെ എനിക്ക് സത്യത്തിൽ ഓർമ്മയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വചനത്തില് താഴെ കാണുന്ന വചനം ആ ദൈവത്തിന്റെ വിശ്വാസം ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞിട്ട് താഴെ പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്. അപ്പൊ ദൈവത്തിന്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നീ ഈ മലയോട് പറഞ്ഞാൽ ആമേൻ അത് ചാടി കടലിൽ പോകും. കുറച്ച് ശിഷ്യന്മാര് ഒരു ചന്ദ്രരോഗം ഉള്ള ഒരു മോനെ കൊണ്ടുവന്നിട്ട് യേശുവിനോട് പറയുകയാണ്, യേശുവെ, ഞങ്ങൾക്ക് ഇവന്റെ അകത്ത് നിന്ന് ഭൂതത്തെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. യേശു എന്താ പറഞ്ഞത്? അല്പവിശ്വാസികളെ, ഞാൻ നിങ്ങൾ എത്രത്തോളം സഹിക്കും? കാരണം എന്താ? ഇത്ര നാളും കൂടെ നടന്നിട്ട് എന്റെ വിശ്വാസം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞില്ല. എന്നേ ചില സാഹചര്യങ്ങൾ നമ്മുടെ മുൻപാകെ വരുമ്പോ നമ്മളും ഈ ആടി ഉലയാറില്ലേ പത്രോസിനെ പോലെ? പത്രോസിന്റെ പേര് തന്നെ ഞാങ്ങണ എന്നാണ്, ആടി ഉലയുന്നവനാണ്. പക്ഷെ അവനെ വിളിച്ച ഒരു പേരുണ്ട്. പത്രോസിന് പിന്നെ വിളിച്ച ഒരു പേര് ഷിമോനെ എന്നല്ല വിളിച്ചത്. ഷിമോനെ എന്ന പേരിന്റെ അർത്ഥമാണ് ആടി ഉലയുന്നവൻ. പത്രോസ് എന്ന പേരിന്റെ അർത്ഥം പാറക്കഷ്ണം എന്നാണ്. ആമേൻ. ഹല്ലേലൂയ. അവനെ, ആടി ഉലയുന്നവനെ പാറക്കഷ്ണമാക്കി തീർത്തു. അവനെ കൊണ്ടാണ് ദൈവസഭയെ പണിതത്. ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ജീവിത സാഹചര്യങ്ങളിൽ ആമേൻ ആടി ഉലയുന്ന അനുഭവങ്ങളിൽ കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ വിശ്വാസമുള്ളവരാകണം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വാസമുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മെറീന മജോ എന്ന് പറഞ്ഞ ആ ഡിവൈസിലുള്ള സിസ്റ്ററോട് പറയുന്നു, നിന്റെ അകത്ത് ദൈവം ഒരു വിശ്വാസം ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻപുട്ട് ചെയ്ത വിശ്വാസത്തിന്റെ റിസൾട്ടുകൾ നീ ഈ ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ്.
ഇൻപുട്ട് ചെയ്ത വിശ്വാസം വെറുതെയല്ല, അതിന് നീ വില കൊടുത്തവളാണ്. ആ വില എന്തെന്ന് കർത്താവ് ഈ ദിവസങ്ങളിൽ നിന്നിൽ കൂടെ തെളിയിക്കാൻ പോകും. ഞാൻ വളരെ ശാന്തമായിട്ടാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇന്ന് വളരെ ശാന്തമായി സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് സിസ്റ്റർ നിങ്ങളോട് പറയുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ നീ വില കൊടുത്തതിനെല്ലാം അതിന്റെ റിസൾട്ട് നീ ഇത്രയും നാളുകളായിട്ട് കണ്ടിട്ടില്ല. കർത്താവെ, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, ഞാൻ എത്ര നാളായി ഈ ഒരു വിഷയത്തിൽ കൂടെ പോകുന്നു, എന്തുകൊണ്ട് എനിക്ക് ഈ വിഷയങ്ങളിൽ ജയിക്കാൻ കഴിയുന്നില്ല? കർത്താവ് പറയുന്നു, നീയല്ല ജയിക്കുന്നത്, നിന്നെ ജയിപ്പിച്ച് നിർത്തുന്ന ഒരു ജയാളി നിന്നോട് കൂടെ ചലിക്കുന്നുവെന്ന് ഈ ആഴ്ച മുതൽ നീ അതിന്റെ റിസൾട്ട് കാണാൻ പോവുകയാണ്. സിസ്റ്ററെ, ഭയപ്പെടരുത്. നീ യഹോവയിൽ വിശ്വസിപ്പിൻ, നീ ഉറച്ചു നിൽക്കുക. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ താഴെയുള്ള വചനം, അത് ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. അതിന്റെ മറ്റൊരു വേർഡ് ഇങ്ങനെയാണ്, കൃതാർത്ഥരാകും എന്ന് പറഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. ഹല്ലേലൂയ. നീ അഭിവൃദ്ധി പ്രാപിക്കും. നിന്റെ ലൈഫിൽ അഭിവൃദ്ധി ഇല്ലാത്ത അനേക സാഹചര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അഭിവൃദ്ധി പ്രാപിക്കും. നീ അഭിവൃദ്ധി പ്രാപിക്കുന്നത് നീ മാത്രമല്ല അറിയുക, നിന്നോട് കൂടെയുള്ളവരും അറിയും. പത്രോസ് അഭിവൃദ്ധി പ്രാപിച്ചത് പത്രോസ് മാത്രമല്ല അറിഞ്ഞത്, കൂടെ ചുറ്റും നിൽക്കുന്നവർ അറിഞ്ഞതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അഭിവൃദ്ധി പ്രാപിക്കുന്നത് നീ മാത്രമല്ല, നിന്റെ വീട്ടുകാർ മാത്രമല്ല, നിന്റെ ചാർച്ചക്കാർ പോലും അറിയുന്ന തരത്തിൽ നിന്നെ അങ്ങനെ ഒരു അഭിവൃദ്ധിയിലേക്ക് കർത്താവ് നയിക്കാൻ പോവുകയാണ്. ആറാബാന ശകാല ദിയാന്തര അജാദാല ഷിയാന്തൽ ഹെസേറിയാന്തല രേഖാമാന ഷിയാന്തൽ ഹസിയാന്തരെ പനാബിയാന്തല റഭബല ഘടകമാതി ദരാജന ഷിയാന്ത അദ്രദാന ഭവാദി ഭവാദി ഭവാദിയാന്തലെ അൽകോമന ഷിയാന്തൽ ഹസിയാന്തല അർഗമയാന്തേ ജനാദിയാന്തല. കർത്താവ് പറയുന്നു, നീ അഭിവൃദ്ധി പ്രാപിക്കാൻ പോകുകയാണ്. നിന്റെ സ്പിരിച്വൽ മേഖലയിൽ പോലും മാത്രമല്ല, നിന്റെ ഫിനാൻഷ്യൽ മേഖലയിൽ പോലും കർത്താവ് തൊടാൻ പോവുകയാണ്. സഹനാദീലിയാന്തര. നീ പലതും സഹിച്ചു, നീ പലതും സഹിച്ചു. നിന്റെ സൂര്യൻ അസ്തമിച്ചെന്ന് നീ പലപ്പോഴും ചിന്തിച്ചു. എനിക്ക് ഒരു ഉദയം കാണാൻ കഴിയത്തില്ലേ, എനിക്കൊരു ഉദയം കാണാൻ കഴിയത്തില്ലേ കർത്താവെ? നീ പലപ്പോഴും അത് ചിന്തിച്ചു. കർത്താവ് പറയുന്നു, ആമേൻ, ഇസഹാക്കിന് എന്നും സൂര്യൻ അസ്തമിച്ചിരിക്കുകയല്ല. ഹല്ലേലൂയ, ആമേൻ. റാഭാന ഘടകഷിയാന്തല. ഒരു സമയത്തേക്ക് അസ്തമിച്ചെന്ന് തോന്നിയാലും നിന്റെ സൂര്യൻ ഉദിക്കുകയാണ്. കാരണം നിന്റെ നീതി സൂര്യൻ അസ്തമിക്കാത്തവനാണ്. നിന്റെ നീതി സൂര്യൻ അസ്തമിക്കാത്തവനാണ്. ഹല്ലേലൂയ. മനുഷ്യർ നിന്നോട് പറഞ്ഞ വാക്കുകൾ പലപ്പോഴുമായി മാറ്റിവെച്ചു. ആമേൻ, ഹല്ലേലൂയ. പിന്നീട് അവർ ആ വഴിക്ക് വന്നപ്പോഴെല്ലാം അത് മറന്നതുപോലെ അഭിനയിച്ചു. എന്നാൽ കർത്താവ് പറയുന്നു, ദൈവം അഭിനയിക്കുന്നവനല്ല, അവൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യുന്നവനാണ്. ഓ റാഭാല ഷിയാന്തലെ ലെബാനിയാന്തല റഭാനിയാന്തര പ്രഭാതിയാന്തൽ ഹസിയാന്തല. നിന്റെ നീതി പ്രഭാതം പോലെ ഉദിക്കുമെന്ന് പരിശുദ്ധാത്മാവനോട് പറയാൻ പറയുന്നു സിസ്റ്ററെ. റീബാൽ എമേനിയാന്തേ റിയാസിയാന്തല എറിഖാദിയാന്തല സഭാതരാജന ഷിയാന്തല. പലരുടെയും മുൻപിൽ നീ തല താഴ്ത്തിയവളാണ്. പലരുടെയും മുൻപിൽ നിന്നെ ഇടിച്ച് താഴ്ത്തിയ വാക്കുകളുണ്ട്. ആമേൻ. പലരുടെയും മുൻപാകെ നീ ഞരങ്ങിപ്പോയവളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഞരക്കങ്ങളെ എല്ലാം ഞാൻ കണ്ടിരിക്കുകയാണ്. വിട്ട അപ്പവും വെള്ളവും തീർന്നു പോയി. മനുഷ്യർ നിനക്ക് തരുന്നതെല്ലാം തീർന്നു പോകും. എന്നാൽ കർത്താവ് നിന്നോട് പറയുന്നു, ഞാൻ നിനക്കൊരു ഉറവ തുറന്നാൽ അത് ആർക്കും അടച്ചു കളയുവാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് ചില ഗൾഫ് കൺട്രികളെ എന്നെ കാണിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ഭവനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചില ഡോറുകൾ തുറക്കുന്നതായിട്ട്, അങ്ങനെ ചില ഡോറുകൾ രാജ്യത്തിന്റെ നന്മ നീ അനുഭവിക്കുന്ന തരത്തിൽ
ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. എത്ര കൊണ്ടുവന്നാലും ഒരു നീക്കിയിരിപ്പില്ലാത്തതുപോലെയുള്ള അനുഭവത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ദൈവം നിന്റെ പ്രൊവൈഡറായി മാറുകയാണ്. ദൈവം നിനക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. ദൈവം നിനക്ക് വേണ്ടി ചില കരുതലുകൾ, ആമേൻ, ഹല്ലേലൂയ, ചില പ്രൊവിഷനുകൾ നിനക്ക് വേണ്ടി കരുതി വെക്കാൻ, ആമേൻ, അവൻ നിയമങ്ങളെ ചെയ്യുന്നവനാണ്. ഓ ഷബാദനാവി എൽ എസ്മീനിയ സെഹേദേരിയാന്തൽ അസിയാന്തല അറഹമന ഷിയാന്തല. കർത്താവ് എന്നോട് പറയുന്നു, ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരോടുമായിട്ട് പറയുന്നു, ദൈവത്തിന്റെ പ്രവാചകന്മാരെ നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ആരെയും കുറ്റം വിധിക്കാൻ പോയേക്കരുത്. നമുക്കറിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപാകെ കാണുമ്പോൾ, ഞാൻ തുറന്നു പറയുകയാണ്, ചില സോഷ്യൽ മീഡിയയിലെ ചില ക്ലിപ്പുകൾ നിങ്ങൾ കാണുമ്പോൾ അതിനെതിരെ നിന്റെ വായ് ചലിച്ചു പോകരുത്. നിന്റെ വായ് ചലിച്ചു പോകരുത്. ഒരു പ്രവാചകനെതിരെയും നിന്റെ വായ് ചലിച്ചു പോകരുത്. ഒരു കാലത്ത് ഞാൻ അങ്ങനെ ചെയ്തവളാണ്. നന്മ കാണാതെ നന്മയെല്ലാം പൂട്ടിപ്പോയി. ഒറ്റ കാരണം, ദൈവത്തിന്റെ പ്രവാചകന്മാർക്കെതിരെ സംസാരിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, നിങ്ങൾക്കറിവില്ലാത്ത ഒരു ക്ലിപ്പ് കാണുകയോ ആരെ കുറിച്ച് വേണമെങ്കിലും തെളിവ് സഹിതം എവിഡൻസ് ഇടുകയോ ചെയ്താൽ പോലും നിങ്ങളുടെ കണ്ണിൻ മുമ്പിൽ കാണാത്ത ഒരു കാര്യം പോലും വിശ്വസിച്ചു പോകരുത്. ഒരു കാര്യത്തിനെതിരായി പോലും സംസാരിച്ചു പോകരുത്. സോഷ്യൽ മീഡിയകളിൽ കൂടെ വരുന്ന, ആമേൻ, പ്രവാചകന്മാർക്കെതിരെയുള്ള വലിയ വലിയ അഭിഷിക്തരെന്ന് പറയുന്നവർക്കെതിരെ പോലുമുള്ള വാക്കുകൾക്ക് നീ അഭിപ്രായം പറയാൻ നിൽക്കരുത്. നീ സോഷ്യൽ മീഡിയയിൽ കൂടി ആയിരിക്കുകയില്ല അഭിപ്രായം പറയുന്നത്. നീ നിന്റെ കുഞ്ഞുങ്ങളോടായിരിക്കാം, നീ നിന്റെ ഭർത്താവിനോടായിരിക്കാം ഒരഭിപ്രായം പറയുന്നത്. നിന്റെ നന്മയെ നിന്റെ വായ്കൊണ്ട് നീ പൂട്ടിക്കളയരുത്. ഹല്ലേലൂയ. സിസ്റ്ററെ, ഞാൻ ഇതൊന്നും പറയാനല്ല വന്നത്. ഞാൻ അഭിവൃദ്ധി വരുത്തുന്ന കാര്യം പറയാനാ വന്നത്. ഇതൊന്നും എന്റെ നോട്ടിലില്ല. പക്ഷേ ഇതാരോടോ ഉള്ള ദൂതാണ്. അഭിഷിക്തന്മാർക്കെതിരെ നിന്റെ വായ് ചലിച്ചു പോകരുത്. ഹല്ലേലൂയ. ദാവീദിന് അവസരം കിട്ടിയിരുന്നു ശൗലിനെ കൊല്ലാനായിട്ട്. ഹല്ലേലൂയ. അവൻ പോയ സ്ഥലത്ത് ശൗലിനെ അവൻ കയറിയ അതേ ഗുഹയിൽ വെച്ച് അവന് പിടുത്തം കിട്ടിയതാണ്. കൊന്നു കളയാമായിരുന്നു. തന്റെ നേരെ കുന്തമെറിഞ്ഞ, തന്നെ മരണത്തിന് ഏൽപ്പിച്ച ശൗലിനെ കൊന്നുകളയാൻ ദാവീദിന് പല അവസരം കിട്ടിയതാണ്. എന്നാൽ ആമേൻ, ഗുഹയിൽ വെച്ച് അവനെ കിട്ടിയപ്പോഴും ഒരു വസ്ത്രത്തിന്റെ ഒരു തുമ്പ് മാത്രം അവൻ മുറിച്ചെടുത്തിട്ട് അതിന് പോലും ഹൃദയം നൊന്നിട്ട് പറയുകയാണ്, ശൗലേ, രാജാവേ, കഴിഞ്ഞ രാത്രിയിൽ എന്റെ ദൈവം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. എന്നാൽ ദൈവത്തിന്റെ അതിനെ വിട്ടുപോകരുത് എന്നൊരു വചനം അവന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് കൊടുത്തത് കൊണ്ട് അവൻ കൊല്ലുവാൻ ഏൽപ്പിച്ചില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ, ദാവീദ് ചെന്നിടത്തൊക്കെയും അവൻ ജയം പ്രാപിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ജയം പ്രാപിക്കണമെങ്കിൽ അഭിഷേകർക്കെതിരെ, പ്രവാചകന്മാർക്കെതിരെ നാം അറിഞ്ഞോ അറിയാതെയോ സംസാരിച്ച വാക്കുകൾ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കണം. ദൈവസന്നിധിയിൽ നിങ്ങൾ ക്ഷമ ചോദിക്കണം. അറിഞ്ഞു പറഞ്ഞു പോയത്, കർത്താവ്, ഞാൻ അറിഞ്ഞു പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം. അറിയാതെ പറഞ്ഞു പോയത്, പരിശുദ്ധാത്മാവെ, അറിയാതെ പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം. ഞങ്ങള് ചർച്ചിൽ പല പരിശുദ്ധാത്മാവിന്റെ പല പ്രകടനങ്ങളും നടക്കുന്ന സമയത്ത് ഈ പാരമ്പര്യ വിശ്വാസത്തിൽ നിൽക്കുന്നവരെല്ലാം ഇതിനെ അഡ്മിറ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. ദൂതനെ കണ്ടു എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ആമേൻ, ഹല്ലേലൂയ. ദൂതന്മാരുമായിട്ട് എൻകൗണ്ടർ ഉണ്ടായി, സ്വർഗത്തിലെ ചില നിക്ഷേപങ്ങളെ കർത്താവ് തന്നു. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ദൈവം നൂലെ കെട്ടി ഇറക്കി തരികയല്ലേ. ഇങ്ങനെ പറഞ്ഞ പല വീടുകളും ഇന്ന് റീസെന്റ് ആയിട്ട് ഞങ്ങളുടെ കണ്ണിന് മുൻപാകെ ദൈവ മക്കൾ എന്ന് പറയുന്നവർ പോലും ഉയർച്ചയില്ലാതെ, അഭിവൃദ്ധി പ്രാപിക്കാതെ അവരുടെ വായ്കൊണ്ട് തന്നെ പറയുകയാണ്, ഞങ്ങൾക്ക് എന്തുകൊണ്ടൊരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല. ഒറ്റ കാരണം, ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്കെതിരെ സംസാരിച്ചു എന്നുള്ള ഒറ്റ കാരണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ എനിക്ക് തോന്നുന്നു കൂടിപ്പോയാൽ 15 പേരേ ഉള്ളൂ. ആമേൻ, മതി. കർത്താവിന് അത്രയും പേരെ മതി. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന അത്രയും പേർ
ഒരുമിച്ച് ഐക്യതയോടെ ഒരു തീരുമാനമെടുക്കാമോ? ആമേൻ. ഞാൻ ദൈവത്തിന്റെ പ്രവാചകന്മാർക്കെതിരെ സംസാരിക്കുകയില്ല. ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ തൊട്ടുപോകരുതെന്നാണ് ദൈവവചനം. അവർ ദൈവത്തിന്റെ കൺമണികളാണ്. അവരെ നിർത്തിയത് ദൈവമാണ്. ദാവീദ് പോലും വീണുപോയപ്പോൾ ഹല്ലേലൂയ ദൈവം പറഞ്ഞ കാര്യം ഹല്ലേലൂയ അവന്റെ ഒറ്റ മാനസാന്തരം അവനെ ജയത്തിലേക്ക് നടത്തിയെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞു പോയത്, പ്രവർത്തി കൊണ്ട് ചെയ്തു പോയത് എല്ലാം ദൈവത്തിന്റെ സ്കാനിങ് മെഷീൻ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ അങ്ങനെയുള്ള വാക്കുകൾക്ക് ഒരു ക്ഷമ ചോദിക്കാമോ? കർത്താവിനോട് ഹൃദയം നുറുങ്ങി ഒന്ന് ക്ഷമ ചോദിച്ചാൽ ആമേൻ ദൈവം നിങ്ങൾക്ക് അഭിവൃദ്ധി വരുത്തും. ആമേൻ. ഹല്ലേലൂയ. ഒരു കാലത്ത് ഞാൻ അങ്ങനെ പറഞ്ഞവളാണ്. പല പ്രസംഗങ്ങളും കേട്ടിട്ട് ഞാൻ എതിരെ വിധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഓ, ഇവനൊക്കെ സ്റ്റേജിൽ കിടന്ന് ഇളകി മറിഞ്ഞിട്ട് ഇവന്റെ ലൈഫ് ഇതാണല്ലോ എന്ന്. പക്ഷേ ദൈവം ഒരുവനെ നിർത്തിയാൽ അവനും ദൈവവും തമ്മിൽ പറഞ്ഞൊത്തിട്ടുള്ള കാര്യങ്ങളിൽ നീ ഇടയിൽ കയറി ശാപം വിളിച്ച് വരുത്തരുത്. ആമേൻ. ഹല്ലേലൂയ. ശാപം വിളിച്ചു വരുത്തരുത്. അറിയാതെ പോലും നിന്റെ വാക്കുകൊണ്ട് നിന്റെ തലമുറയിലേക്ക് ആ ശാപം നാം പകർന്നു വെക്കരുത്. ദൈവത്തിന്റെ പ്രവാചകന്മാർക്കെതിരായി സംസാരിക്കരുത്. ഞാൻ ചെയ്ത കാര്യം എന്തെന്ന് അറിയാമോ? ഏതെല്ലാം പ്രവാചകന്മാർക്കെതിരെ ഞാൻ സംസാരിച്ചു അവർ എൻ്റെ മുന്നിൽ വന്ന ഞാൻ അവരുടെ കാലിൽ വീഴും. അവരറിഞ്ഞിട്ടില്ല ഞാൻ സംസാരിച്ചത്. എന്റെ ദൈവം മാത്രമേ കേട്ടിട്ടുള്ളൂ ഞാൻ സംസാരിച്ചത്. പക്ഷേ ദൈവത്തിന്റെ സ്കാനിങ് മെഷീന് മുമ്പിൽ എൻ്റെ വാക്കുകളെ, എൻ്റെ ഹൃദയ വിചാരങ്ങളെ മറച്ചു വെക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ നോട്ടിലേ ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഇത് ആർക്കൊക്കെയോ വേണ്ടി കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവാചകന്മാർക്കെതിരെ സംസാരിച്ചു പോകരുത്. അങ്ങനെ ഏതെങ്കിലും വിഷയം നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹൃദയപൂർവം ദൈവത്തോട് ക്ഷമ ചോദിക്കുക. ഹൃദയപൂർവം. കാരണം അറിവില്ലായ്മയുടെ കാലങ്ങളെ അവൻ കണക്കാക്കുന്നില്ല. ആമേൻ. അറിവില്ലാതെ നിങ്ങൾ സംസാരിച്ചു പോയി. ഇനി ആരെങ്കിലും നിങ്ങളുടെ മുൻപിൽ വന്ന് അഭിഷിക്തന്മാർക്കെതിരെ സംസാരിക്കാൻ വന്നാൽ എനിക്ക് താല്പര്യമില്ലെന്നൊരു വാക്ക് നീ പറഞ്ഞാൽ മേലാക്കം ആരും നിന്റെ മുൻപാകെ വന്ന് അഭിഷിക്തന്മാരുടെ കുറ്റം പറയാൻ നിൽക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് പറയുന്ന അഭിവൃദ്ധി പ്രാപിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഹല്ലേലൂയ. അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ ആമേൻ ദൈവത്തിന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കണം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കാൻ നമുക്കൊന്ന് തയ്യാറാകാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സിസ്റ്റർ സജിനി, ആമേൻ. ദൈവത്തിന്റെ പ്രവാചകന്മാരെ നീ വിശ്വസിച്ചു എന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നിലൂടെ തെളിയിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ആമേൻ പ്രവാചകന്മാർ അതിന് മുകളിൽ സംസാരിച്ചതാണ്, പക്ഷെ റിസൾട്ട് കണ്ടിട്ടില്ല. കർത്താവ് പറയുന്നു, നീ ഈ ദിവസങ്ങളിൽ റിസൾട്ട് കാണാൻ പോവുകയാണ്. ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരോടും ദൈവാത്മാവ് പറയുകയാണ്, ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെതാണോ എന്ന്. കാരണം ഇതുവരെ ഞങ്ങൾ ഇത് കണ്ടിട്ടില്ല, ഇതുവരെ ഞങ്ങൾ ഇത് കേട്ടിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് സിസ്റ്ററെ ഞങ്ങൾ സംസാരിക്കുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ കുഞ്ഞു ബുദ്ധിയിൽ അളക്കാൻ സാധിക്കുകയില്ല സഹോദരിമാരെ. ആമേൻ. കുഞ്ഞു ബുദ്ധിയിൽ ഒതുങ്ങുന്നവനല്ല പരിശുദ്ധാത്മാവ്. അവൻ അൺലിമിറ്റഡ് ജീസസ് ആണ്. നിന്റെ യേശുവിനെ നിനക്ക് ഒരു സ്ഥലത്ത് പരിമിതപ്പെടുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ വിളിക്കുന്ന പേരാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കാതെ ആമേൻ ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ നമുക്ക് തയ്യാറാകാം. ഉൽപ്പത്തിയുടെ പുസ്തകം 39:2 പറയുന്നു, യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ഈ മലയാളം ബൈബിളിലെ പല വേർഡുകളും നമുക്ക് മനസ്സിലാകത്തില്ല. എന്താ നിങ്ങൾക്ക് കൃതാർത്ഥനായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത്? അവൻ കോളറ പൊക്കി നടന്നെന്നാണോ? അല്ല, അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പ്രോസ്പർ ആയി. പ്രോസ്പർ എന്ന വാക്കിന്റെ അർത്ഥം അഭിവൃദ്ധി പ്രാപിച്ചു.
അവൻ ചെന്നിടത്തൊക്കെയും അഭിവൃദ്ധി പ്രാപിച്ചു എന്നതിന്റെ തെളിവാണ് 3-ാം വചനത്തിൽ വായിക്കുന്നത്. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. ഹലോ, ആമേൻ, ഹല്ലേലൂയ. പുത്തിഫറിനെ വിറ്റ് കളഞ്ഞതാണ്. ആമേൻ, ഹല്ലേലൂയ. അടിമയായി വിറ്റ് കളഞ്ഞതാണ്. പക്ഷേ ദൈവത്തിന്റെ ഫേവർ അവന്റെ മുകളിൽ വന്നപ്പം ആമേൻ, യോസേഫ് ചെയ്യുന്നതൊക്കെയും സാധിച്ചു. ആമേൻ. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കട്ടെ, ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഹല്ലേലൂയ. ദൈവം എന്നെ മനസ്സിലാക്കുന്നില്ലേ? ദൈവം എന്നെ കാണുന്നില്ലേ? നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ പറയുകയാണ്, ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന്. ആമേൻ. നീ ചെയ്യുന്ന പ്രവർത്തികളിൽ വരുന്ന അഭിവൃദ്ധി കണ്ട് ഹല്ലേലൂയ, നീ മനസ്സിലാക്കും, നിന്റെ വീട്ടുകാരും മനസ്സിലാക്കും. ആമേൻ, ഹല്ലേലൂയ. ദൈവം അഭിവൃദ്ധി വരുത്തുന്ന ദൈവമാണ്. ആമേൻ. യോസഫ് ചെന്നിടത്തൊക്കെയും എന്തുകൊണ്ടാ അഭിവൃദ്ധി പ്രാപിച്ചത്? അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു. അവൻ ദൈവം പറഞ്ഞ വാക്കുകളെ വിശ്വസിക്കുന്നവനായിരുന്നു. യോസേഫിന് വേണമെങ്കിൽ ഇടയ്ക്ക് വെച്ച് എറിഞ്ഞു കളഞ്ഞു പോകാമായിരുന്നു, അല്ലെ? അവൻ കുഞ്ഞുനാളിൽ കണ്ട സ്വപ്നം ഒന്നും നടന്നിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അപ്പനെ കുറിച്ച് കണ്ടത്, അവന്റെ സഹോദരന്മാരെ കുറിച്ച് കണ്ടത്, താൻ എന്താകുമെന്ന് കണ്ടത്, ഇതൊന്നും നടപ്പായിട്ടില്ല. മറിച്ച് ഓപ്പോസിറ്റ് ആയിട്ടാണ് അവന്റെ ജീവിത ലൈഫ് സ്റ്റൈൽ പോകുന്നതെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കേട്ട പ്രവചനം ഒന്ന്, നിന്റെ ജീവിത സാഹചര്യം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നീ ദൈവത്തിന്റെ വഴിയിൽ തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. യോസേഫ് പോകുന്നിടത്തൊക്കെ യോസേഫ് ചോദിച്ചു കാണില്ലേ, കർത്താവേ, ഞാൻ കണ്ട സ്വപ്നം ഇതല്ലല്ലോ, ഞാൻ കണ്ട സ്വപ്നം ഇത്. പിറുപിറുക്കുകയല്ല ചെയ്തത്, ദൈവത്തോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഹല്ലേലൂയ, സ്വപ്നം ഒന്ന്, ലൈഫ് സ്റ്റൈൽ ഒന്ന്, ജീവിതത്തിന്റെ റൂട്ട് ഒന്ന്. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, യോസേഫേ, നീ പോകുന്ന റൂട്ട് ശരിയായ റൂട്ടാണ്. ആമേൻ, ഹല്ലേലൂയ. സഹോദരന്മാർ നിന്നെ ത്യജിച്ചെങ്കിലേ ആമേൻ നീ കുഴിയിൽ വീഴത്തുള്ളൂ. കുഴിയിൽ വീണെങ്കിലേ രൂപേന് നിന്നോടൊരു ഫേവർ തോന്നത്തുള്ളൂ. രൂപേന് നിന്നോട് തോന്നുന്ന ഫേവറാണ് നീ കുഴിയിൽ നിന്ന് പുറത്തു വരുന്നത്. ആമേൻ. കുഴി എന്ന് പറഞ്ഞാൽ താഴോട്ട് പോകുന്നതാണ്. എന്നാൽ ഹല്ലേലൂയ, ദൈവം കാണുന്നത് അത് യോസേഫിന്റെ അടുത്തൊരു സ്റ്റെപ്പാണ്. ഹല്ലേലൂയ. നമുക്കത് കാണാൻ കഴിയുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് കാണാൻ കഴിയും. നാം ഇങ്ങനെ കാണുമ്പോൾ ദൈവം മുകളിൽ നിന്ന് കാണുന്നവനാണ്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് നിന്റെ അവസാനം എന്തെന്നറിയാം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. യോസേഫ് പോയി കുഴിയിൽ വീണു, അവിടെ നിന്ന് കയറ്റി. ആമേൻ. പൊത്തീഫറിനെ മിസ്രയീമ്യർക്ക് വിറ്റ് കളഞ്ഞു. മിസ്രയീമ്യർക്ക് വിറ്റ് കളയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, കാശ് കുറച്ച് ഇങ്ങ് മേടിച്ചു, അങ്ങ് കുറച്ച് കൊടുത്തു, എന്നിട്ട് അവനെ മേടിച്ചുകൊണ്ട് പോയി. ഇതല്ല, നിലം വരെ കുനിഞ്ഞ് അവന്റെ കയ്യും കാലും ബന്ധിച്ച് അവനെ നടത്തിക്കൊണ്ടു പോവുകയാണ്. നിലം വരെ കുനിഞ്ഞ് ഒരു മനുഷ്യൻ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ അവൻ അടിമയെ എങ്ങനെ കൊണ്ടുപോകും? അടിമയായിട്ടാണ് വിറ്റിരിക്കുന്നത്. അല്ലാതെ ജോലി ചെയ്യാൻ നല്ലൊരു ജോലിക്കാരനെ വേണം എന്ന് വെച്ചിട്ടല്ല, അടിമയായിട്ടാണ് യോസേഫിനെ വിറ്റിരിക്കുന്നത്. ഞാൻ ഒരു പിക്ചറിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. യോസേഫ് പോലെ വളഞ്ഞിട്ട് അവന്റെ കയ്യും കാലുകളും പൂച്ചുവിലങ്ങിട്ട് നമ്മളൊരു ആനയെ നടത്തിക്കൊണ്ട് പോകുന്നത് പോലെ ഒരു മനുഷ്യനെ വളച്ചു നിർത്തി നടത്തിക്കൊണ്ട് പോയാൽ എങ്ങനെയിരിക്കും? ഹല്ലേലൂയ. അവന്റെ അകത്ത് സ്വപ്നം ഇല്ലാഞ്ഞിട്ടാണോ? അവന്റെ അകത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷെ അവിടെ ചോദ്യം ചെയ്യാതെ യോസേഫ് അത് അനുസരിച്ചു. അതുകൊണ്ടാണ് പൊത്തീഫറിന്റെ വീട്ടിൽ ചെന്നപ്പം പൊത്തീഫറിന് കാണാൻ പാകത്തിന് യഹോവ അവനോട് കൂടെയുണ്ടെന്ന് തെളിയിക്കാൻ ദൈവം തയ്യാറായോ. ഹല്ലേലൂയ, ആമേൻ. അവിടെ നിന്ന് അവൻ കാരാഗ്രഹത്തിലേക്ക് പോയി. ആമേൻ. അവിടെയും ദൈവത്തിന്റെ ഫേവർ അവനോട് കൂടെ ഉണ്ടായിരുന്നു. രാജാവിന്റെ സ്വപ്നത്തെ പോലും തെളിയിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ ഉപയോഗിച്ചു. നമുക്ക് വരുന്ന താഴോട്ടുള്ള നീക്കങ്ങൾ നാം ചിന്തിക്കും നാം കുഴിയിലേക്ക് പോകുകയാണെന്ന്. എന്നാൽ അത് കുഴിയിലേക്ക് പോകുകയല്ല, അത് അഭിവൃദ്ധിയിലേക്കുള്ള സ്റ്റെപ്പാണ്.
ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോസേഫിന് ജ്ഞാനം കൊടുത്തിട്ട് അടുത്ത ആണ്ടുകളിൽ എന്ത് സംഭവിക്കുമെന്ന് രാജാവിനോട് പ്രവചിച്ചത്. ആമേൻ. ഹല്ലേലൂയ. സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണ് ഇന്നത്തെ ഭാഷയിൽ ഞാൻ പറയുന്നു. അവൻ രാജാവിനോട് പ്രവചിക്കുകയാണ്. രാജാവേ, ഇത്ര വർഷം കഴിയുമ്പോൾ ഇന്ന സംഭവം ഉണ്ടാകും. അതിനു മുൻപ് നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. നീ ഒരു ഭണ്ഡാരഗ്രഹം പണിയണം. ആമേൻ. ധാന്യങ്ങൾ കൂട്ടിവെക്കണം. ലോകത്തൊരു ക്ഷാമം വരാൻ പോകുന്നു. ആ ക്ഷാമത്തിൽ ഇന്നതുപോലെ കൂട്ടിവെച്ചാൽ നമുക്ക് അവർക്ക് കൊടുക്കുവാനുണ്ടാകും. രാജ്യത്തെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ദൈവത്തെ വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവം ചില അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും. ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, ദൈവത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന്റെ പ്രവാചകന്മാരെ നീ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഹാലലിയ, ദൈവം നിനക്ക് അഭിവൃദ്ധി വരുത്തുന്നത് നീ മാത്രമല്ല കാണുക, ദേശം കാണും. ആമേൻ. ഹല്ലേലൂയ. ദേശം നിന്നിൽ കൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിന്നിൽ കൂടെ തെളിയിക്കാൻ, നിന്നിൽ കൂടെ പ്രൂവ് ചെയ്യുവാൻ ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇസ്രായേൽ ജനത്തെ വിളിച്ചിറക്കിയപ്പം പറഞ്ഞില്ല, ഒറ്റ വാക്യേ പറഞ്ഞുള്ളൂ, ഞാൻ നിങ്ങളെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. അവിടെ സമൃദ്ധിയുണ്ട്, കനാനുണ്ട്, പാലും തേനും ഒഴുകുന്ന ദേശമാണ്. ദൈവം ഒരിക്കലും പറഞ്ഞില്ല, മോനെ നിന്റെ മുമ്പിൽ ഒരു ചെങ്കടലുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞാൽ നമ്മെ പലരെ പോലും ഇസ്രായേൽ ജനം ഇറങ്ങത്തില്ല. ഹാലലൂയ, ഹാലലൂയ. നമ്മിൽ പലരെ പോലെയും ആമേൻ ഹാലലൂയ ഇസ്രായേൽ ജനം ഇറങ്ങാൻ സാധ്യതയില്ല. ആമേൻ ഹാലലൂയ. കാരണം എന്താ? കാരണം എന്താ? ഹാലലൂയ. മുന്നിൽ നമുക്കൊരു പ്രശ്നം വരുന്നത് ഇഷ്ടമല്ല. മുന്നിൽ നമുക്കൊരു തടസ്സം വരുന്നത് ഇഷ്ടമല്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുന്നു, പല കാര്യങ്ങളും നമ്മുടെ മുൻപിൽ തടസ്സം പോലെ നിൽക്കുന്നത് നിന്റെ വാക്കിന് ശക്തിയുണ്ട്. ഒരു മോശ ചെങ്കടലിന് മുൻപാകെ നിന്നാൽ വഴി തരാത്ത ചെങ്കടലും വഴി തരും എന്നറിയുന്നത് കൊണ്ടാണ്. ഞാൻ ഈ രഹബോത്ത് മിനിസ്ട്രിയോട് പറയട്ടെ, പല തടസ്സങ്ങളും നിന്റെ മുൻപാകെ വരുന്നത്, ഹല്ലേലൂയ, ആമേൻ, മുൻപിൽ ഒരു ചെങ്കടൽ വന്നാലും, മുൻപിൽ ഒരു യെരിഹോ മതിൽ വന്നാലും, ആമേൻ, മുൻപിൽ ഹായി പട്ടണം നിനക്കെതിരെ നിന്നാലും, ഹല്ലേലൂയ, നീ അധികാരത്തോടുകൂടെ വടി നീട്ടുമെന്ന് അറിയുന്നവനാണ് നിന്റെ കയ്യിൽ ഒരു ജനത്തെ ഏൽപ്പിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അവൻ അവൻ നിന്നെ കനാൻ ദേശത്തേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്തിക്കും. പക്ഷെ മുൻപിലുള്ള പ്രതിസന്ധിയെ അവൻ പറയത്തില്ല. പലരും വാക്തത്വം കേട്ടിട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? വാക്തത്വം കേട്ടിട്ടും ഒരു ചെങ്കടലിന് മുൻപാകെ നിൽക്കുന്നത് പോലെയല്ലേ? കർത്താവ് പറയുന്നു, ഈ ചെങ്കടൽ മാറാൻ നിന്റെ വാക്കിന് ശക്തിയുണ്ട്. അതുകൊണ്ട് സദൃശ്യവാക്യങ്ങൾ 19 പറയുന്നത്, ഹാലലിയ, ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ആമേൻ. തനിക്ക് ഇഷ്ടമുള്ള ഫലം അനുഭവിക്കാം. കാരണം നീ ജീവൻ പ്രൊഡ്യൂസ് ചെയ്താൽ നിന്റെ മുൻപാകെ ജീവന്റെ വഴി തുറന്നു വരും. ആമേൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഈ അഭിവൃദ്ധി പ്രാപിക്കാനുള്ള അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക എന്നുള്ളതാണ്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ഇപ്പോ പറയുന്നത്, വിതയ്ക്കുക. ഞാൻ വിതച്ചു കൊയ്തിട്ടുള്ള ആളാണ്. എന്റെ ജീവിത സാഹചര്യം ഞാൻ ഇതിനു മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിലേക്ക് വരാനുണ്ടായ കാര്യം, പക്ഷെ എന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങള് വിവാഹം നടന്ന സമയം മുതൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫിനാൻഷ്യലി വലിയ തെറ്റില്ലാത്ത ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചതെന്ന്. എന്റെ ഞാൻ വിവാഹം കഴിഞ്ഞു പോയ ഭവനം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. പക്ഷെ അവിടെയും വെറുതെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ല, ദൈവത്തിലുള്ള ഒരു തീരുമാനം, ദൈവം കാണിച്ചത് തന്നതിന് പ്രകാരമാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. പല സമയത്തും വീട്ടിൽ ഫുഡില്ലാതിരുന്നിട്ടുണ്ട്. ഫുഡില്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി ഞാൻ ഒരു നേരം പോലും കിടന്നിട്ടില്ല. ഒറ്റ നേരം പോലും ഞാൻ പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ കർത്താവിനോട് വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ ഒറ്റ കാര്യം, എന്നെ റേഷനരി തീറ്റിക്കരുത്. ഒറ്റ കാര്യം, എനിക്ക് അതിന്റെ സ്മെല്ല് പിടിക്കത്തില്ല. അപ്പൊ പല കാര്യങ്ങളും ഞാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ കർത്താവ് എന്നെ കൊണ്ടുവന്നിട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ കർത്താവിനോട് മുൻകൂട്ടി ഒരു അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു, കർത്താവെ, ഏത് സാഹചര്യത്തിൽ കൂടെ വേണമെങ്കിലും ഞാൻ പൊക്കോളാം, പക്ഷെ എന്നെ റേഷനരി തീറ്റിച്ചേക്കരുത്, എനിക്ക് അതിന്റെ സ്മെല്ല് പറ്റില്ല. കർത്താവ് ഇന്ന് വരെ വിശ്വസ്തനാണ്, ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ പലപ്പോഴും അടുത്ത നേരത്തേക്ക് എന്ത് ചെയ്യുമെന്ന് ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. എന്റെ വീട്ടില് ഞാൻ പറഞ്ഞിട്ടില്ലേ,
മമ്മിയും പപ്പയും ബിസിനസ് ചെയ്യുന്നവരായിരുന്നത് കൊണ്ട് പൈസ എത്ര എടുത്തുകൊണ്ട് പോയാലും അവരറിയത്തില്ല. ഞങ്ങൾക്ക് എത്ര എടുത്താൽ അതിനൊന്നും കണക്കില്ല. പക്ഷെ വിശ്വാസത്താൽ ജീവിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഹസ്ബൻഡിന്റെ പോക്കറ്റിൽ 10 രൂപ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഞാൻ അത് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഞാൻ കർത്താവ് അടുത്ത ഒരു നേരത്തേക്ക് ഇല്ലല്ലോ, എന്നെ വിശ്വാസത്തിൽ എങ്ങനെ ജീവിക്കാം, എങ്ങനെയാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് എൻ്റെ അഭിഷിക്തനാണ്, അതായത് എൻ്റെ ഹസ്ബൻഡാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അന്ന് ഞങ്ങൾ ചർച്ച് മിനിസ്ട്രിയിൽ ഒന്നുമല്ല. എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു 2 മാസം പ്രഗ്നന്റ് ആയ സമയത്ത് പുള്ളിക്കാരൻ അന്ന് പാട്ട് പാടാൻ പോകും. കൺവെൻഷൻ സ്റ്റേജുകളിൽ പാട്ട് പാടാൻ പോകുന്ന ആളാണ്. അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നത്തെ പ്രോഗ്രാം ഫ്രീ പ്രോഗ്രാമാണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടുന്ന് ഫുഡ് കഴിക്കാം, ഞങ്ങൾക്ക് ഫുഡില്ല. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞാനും പിന്നെ അമ്മയേ ഉള്ളൂ, ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുകയാണല്ലോ. അപ്പം മോൾ ഒരു കാര്യം ചെയ്യണം, പ്രാർത്ഥിക്കണം, മുട്ടുമേലിരിക്കണം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് മുട്ടുമേലിരുന്ന ചോറ് വരും എന്നുള്ള കാര്യം. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മുട്ടുമേൽ ഇരുന്നാൽ എങ്ങനെ ഫുഡ് വരും? ഇതാണ് എന്റെ ചോദ്യം. ഈ ദൈവവചനം ഉണ്ടല്ലോ, ഇത് നമ്മുടെ ലൈഫിൽ കൂടെ കടന്നു പോയാലേ അത് ജീവനായിട്ട് വരത്തുള്ളൂ. അല്ലാത്തതൊക്കെ ആവിയിൽ പോകും. ആമേൻ. പല പ്രസംഗങ്ങളും നമ്മുടെ മനസ്സിൽ ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? ആ ലൈഫിൽ കൂടെ നമ്മൾ പോകാത്തത് കൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനോട് ഇനി തൊട്ട് പറയണം, ഞാനൊരു വെറുതെ ഒരു വിശ്വാസിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവേ. നിന്റെ ജീവൻ എന്നിൽ കൂടെ പോകാൻ, എന്നെ പാകപ്പെടുത്താൻ ഏതെല്ലാം വഴിയിൽ കൂടെ ഞാൻ പോകേണ്ടി വന്നാലും അവിടെയെല്ലാം ദൈവവചനത്തിന്റെ ശക്തി എന്നിൽ കൂടെ വെളിപ്പെടാൻ ഉള്ളതിനെ ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. എന്നെ പണിയാൻ ഏൽപ്പിച്ചു തരണം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും കർത്താവിനോട് പറയാറുണ്ട്, കർത്താവ് എന്നെ പണിയണമേ, എന്നെ പുതുക്കണമേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ കർത്താവ് പണി തുടങ്ങിയാലുണ്ടല്ലോ, ഒന്നൊന്നര പണിയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ പണിയണേ. ഇതിന്റെ ആഴമൊന്നും അറിഞ്ഞിട്ടല്ലേ ഈ പറയുന്നത്. പല വാക്കുകളും പല തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നത് തന്നെ ഈ അറിഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ പലപ്പോഴും കർത്താവിനോട് പറയാറില്ലേ, ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ആവേശത്തിൽ കൈപോക്കും. ഒരു നേരം പോലും ഒരാളോട് സുവിശേഷം പറയത്തില്ല. ഹല്ലേലൂയ. പല തീരുമാനങ്ങളും നമ്മുടെ ഒരു കൊട്ടയെടുത്ത് വെച്ചാല് പല തീരുമാനങ്ങളും അതിൽ എത്ര എണ്ണം ശരിയാക്കി നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 100-ൽ 99 നമ്മൾ ചെയ്യാത്തതാണ്. ഒരെണ്ണെങ്ങാനും പൂച്ച മലർന്നു കിടന്നിട്ട് തിരിഞ്ഞു കിടക്കുന്നത് പോലെ അങ്ങനെ എങ്ങാനും പാസ്സായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ 31-ാം തീയതി എടുക്കുന്ന തീരുമാനം, ഡിസംബർ 31-ാം തീയതി എടുക്കുന്ന തീരുമാനം എന്നെങ്കിലും നമ്മൾ ശരിയാക്കിയിട്ടുണ്ടോ? വെറുതെ പറയുകയാണ്. പക്ഷേ ഇതെന്താണെന്നറിയാമോ? ദൂതന്മാർ ഇതിങ്ങനെ സൈൻ ചെയ്തു വെക്കും. ഏത് കൺവെൻഷനിൽ ഞാൻ വിവാഹത്തിന് മുൻപ് പോയാലും ദൈവവേലയ്ക്ക് സമർപ്പിക്കാൻ പറഞ്ഞ് ഞാൻ അപ്പൊ കൈപ്പൊക്കും. ഹല്ലേലൂയ. കൈ പൊക്കുന്നത് ചർച്ച് മിനിസ്ട്രി ചെയ്യാനൊന്നും അല്ല, ചർച്ച് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടേ അല്ല, പാട്ട് പാടാൻ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് കർത്താവ് എന്റെ മുൻപിൽ ഒരു പാട്ടുകാരനെ കൊണ്ടു തന്നു. ഞാൻ മോളി വിവാഹം കഴിച്ചു. ഒരിക്കലും സഭാ ശുശ്രൂഷ എന്റെ മുന്നിലില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലും പിന്നീടാണ് അറിഞ്ഞത്, ഒരിക്കലും ചർച്ച് മിനിസ്ട്രി അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞാൻ ചർച്ചിൽ പോയ സമയത്തെല്ലാം അവിടെ പോയിരുന്ന പാസ്റ്ററാൻറ്റിമാരെല്ലാം ഈ വീട് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ അതില്ല ഇതില്ലെന്ന് പറയുന്ന പരാതിയാണ്. ആ പരാതി കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ഈ ദാരിദ്ര്യ പരിപാടിക്ക് ഞാനില്ല. അന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഈ ദാരിദ്ര്യം പറഞ്ഞ പരിപാടിക്ക് ഞാനില്ല. പക്ഷെ കർത്താവ് അത് ഇങ്ങനെ നോട്ട് ചെയ്തു. ഇവളെ തന്നെ ഇത് ഏൽപ്പിച്ചാലേ ഈ സംഭവം ശരിയാവത്തുള്ളൂ. പല കാര്യങ്ങളും നമ്മള് ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, കർത്താവ് അത് നോട്ട് ചെയ്യും. ആ കാര്യത്തിന് സൂട്ടബിൾ ആയ ആള് നമ്മളാണെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ടാ കർത്താവ് ചില കാര്യങ്ങൾ നമ്മെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത്. നമ്മുടെ വാക്കിന് കർത്താവ് നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഏത് നിസാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറയുന്നത് ഇതൊക്കെയാണ്, ചില തീരുമാനങ്ങളൊക്കെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തീരുമാനം ആരെങ്കിലും ഇനി ചെയ്യാനുണ്ടെങ്കിൽ അതിലേക്കെല്ലാം പുതുക്കപ്പെട്ടു വരാം. അപ്പം ഞാൻ ഈ കൈപോക്കി എന്തായി, ഒരു മിനിസ്ട്രി ചെയ്യുന്ന ആളെ വിവാഹം കഴിച്ചു. മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്ന ആളാണ്. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയി, മോളെ ഇന്ന് ഫ്രീ പ്രോഗ്രാം ആണ്, ഒരിക്കലും എന്താ പറയാ, ഫുഡിന് ഉള്ള പൈസ അവിടെ നിന്ന് കിട്ടില്ല, മുട്ടുമ്മയിലിരിക്കും. ഞാന് പോയി മുട്ടുമ്മയിലിരിക്കുക എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി പ്രാർത്ഥനയാണ്. മുറി കയറി വാതിൽ അടച്ചു. അദ്ദേഹം പോയി, അദ്ദേഹത്തിന് നന്നായി പാടാൻ സാധിക്കണേ എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷെ എന്റെ അകത്തുള്ള കാര്യം, പിറ്റേ ദിവസത്തേക്ക്, അന്ന് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതുണ്ട്, പിറ്റേ ദിവസത്തേക്ക് ഒരു മണി അരിയില്ല. ആമേൻ. ഞാൻ എന്റെ വീട്ടിൽ പറയില്ല. കാരണം
പറയാത്തതിന്റെ ഒറ്റ കാരണം 2 വാക്കുകളാണ്. എന്റെ വിവാഹം കഴിയുന്നതിന് മുൻപ് ഈ ആലോചന വരുമ്പോൾ എന്റെ ബ്രദർ പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്. മോളെ, എന്റെ ചേച്ചി സുശേഷ വേലയിൽ തന്നെയാണ്, വടക്കേന്ത്യയിലാണ്. അപ്പം അതുകൊണ്ട് അവളുടെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് എന്റെ ചേട്ടൻ പറഞ്ഞു വിവാഹമൊക്കെ ഞാൻ നടത്തി തരാം, പക്ഷേ കഷ്ടതയാണെന്ന് പറഞ്ഞ് നീ ഈ വീട്ടിന്റെ പടി ചവിട്ടി പോരുത്. വേറെ എന്ത് കാര്യത്തിനും നിനക്ക് വരാം, കഷ്ടതയാന്ന് പറഞ്ഞു വരരുത്. അതുകൊണ്ട് തീരുമാനം പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നീ വേറെ നോക്കിക്കോ, വേറെ വിവാഹം നമുക്ക് ആലോചിക്കാം എന്നുള്ള ഒരു സൂചനയാണ് തരുന്നത്. ഞാൻ പറഞ്ഞല്ല, എന്റെ മനസ്സിന് ഭയങ്കര പീസ്ഫുൾ ആണ് ഈ വിവാഹാലോചന വന്നപ്പോൾ. ഞാൻ അതുകൊണ്ട് ഇതിൽ മുന്നേറാനായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. വിവാഹം നടത്തി തരാം. എന്റെ ഒരു മേമയുണ്ട്, പുള്ളിക്കാരി ബോംബെയിലാണ്, അവരുടെ ഹസ്ബൻഡ് വിദേശത്താണ്. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഫിനാൻഷ്യലി റിച്ച് ആയി നിൽക്കുന്നത് അവരാണ്. അപ്പൊ അവര് പറഞ്ഞു, അവർ സുശേഷ വേലയ്ക്കൊക്കെ ഒത്തിരി സഹായിക്കുന്നവർ. അവര് പറഞ്ഞു, എന്റെ അടുത്ത് എന്റെ മുന്നിൽ വന്നപ്പോ തന്നെ എന്റെ അകത്ത് ഹോളി സ്പിരിറ്റ് പറഞ്ഞു, നിന്റെ ചേട്ടൻ പറഞ്ഞ അതേ വേർഡ് പറയാനാണ് വന്നിരിക്കുന്നത്. ഞാൻ ആന്റിയോട് വന്നപ്പോ തന്നെ അങ്ങോട്ട് പറഞ്ഞു, എന്നെ സഹായിക്കാൻ ഇല്ല എന്ന് പറയാനല്ലേ വന്നേക്കുന്നത്. ആന്റി വണ്ടറടിച്ചു. ആന്റി പറഞ്ഞു, അത് തന്നെയാണ്, ഞാൻ ഒരാളെ സഹായിക്കുന്നുണ്ട്, നിന്റെ ചേച്ചീനെ, ഇനി ഒരാളെ കൂടെ എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു, വേണ്ട, കർത്താവ് എനിക്ക് തുണ നിൽക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവര് സഹായിക്കുന്നതാണ് എന്റെ മനസ്സിൽ. പക്ഷെ 1 വർഷം സഹായിച്ചു. പക്ഷെ അതൊന്നും തികയാത്ത പൈസകളാണ്, തികയത്തില്ല. അന്നത്തെ ഞങ്ങളുടെ വരുമാനം 2000 രൂപയാണ്. അതിൽ തന്നെ ദശാംശം പിടിച്ചിട്ടാണ് ചർച്ചിന്റെ ആളുകൾ ഞങ്ങൾക്ക് പൈസ തരുന്നത്. ചർച്ചല്ല, അതൊരു മിനിസ്ട്രിയാണ്. ഞങ്ങൾ ചർച്ച് മിനിസ്ട്രിയിലല്ല, സുവിശേഷം അറിയിക്കുന്ന ഒരു സംഘടനയാണ്. 2000 രൂപയാണ് ഞങ്ങൾക്ക് തരുന്നത്. അതിൽ 2200 പിടിച്ചിട്ട് 1800 ഞങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതെങ്ങനെ ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അന്ന് മുട്ടമേലിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അതുവരെ എനിക്ക് ലഭിക്കാത്ത ഒരു സംഭവം തന്നു. ലൂക്കോസ് 18:7 വചനമാണെന്ന് തോന്നുന്നു, 7-9. വേഗത്തിൽ അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ എന്നൊരു വേർഡ് എന്റെ അകത്ത് തന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പറഞ്ഞു, വേഗത്തിൽ വേഗത്തിൽ. ഈ ഒരു വേഗത്തിൽ എന്റെ അകത്ത് ഭയങ്കര സ്ട്രെസ്സായിട്ട് ഇങ്ങനെ അതിഞ്ഞു കടന്നു. ഭയങ്കര സമാധാനം. ഒന്നും കിട്ടിയിട്ടില്ല, 1 മണി അരി പോലും കിട്ടിയിട്ടില്ല, പക്ഷെ ഭയങ്കര സമാധാനം. എന്തൊക്കെയോ എനിക്ക് കിട്ടി എന്ന പോലെ ഒരു സമാധാനം എന്റെ അകത്ത് വന്നു. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ എഴുന്നേറ്റ് പോയി. ഹസ്ബൻഡ് തിരിച്ചു വന്നപ്പോഴാണ് ബാക്കി അവിടെ നടന്ന കാര്യം അദ്ദേഹം പറയുന്നത്. ടൗൺ ഹാളിൽ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞു പോയി. അവസാനത്തെ മനുഷ്യനും യാത്ര പറഞ്ഞു പോയപ്പം അദ്ദേഹം ഷെയ്ക്കിന്റെ കൊടുത്തപ്പോൾ വിചാരിച്ചു, ഇദ്ദേഹത്തിലായിരിക്കും എന്റെ നന്മ, നാളത്തെ നന്മ, കൂട്ടായ്മ ഇദ്ദേഹത്തിന്റെ കരത്തിലായിരിക്കും. ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം ഷെയ്ക്കിന്റെ കൊടുത്ത് ടൗൺ ഹാള് കടന്നു പോയി. ടൗൺ ഹാള് കടന്നു പോയപ്പോൾ അദ്ദേഹം ആ ഇരുട്ടിലേക്ക് മറയുന്നത് വരെ എന്റെ ഹസ്ബൻഡ് നോക്കി നിന്നു. പിന്നീട് സ്പീക്കറൊക്കെ അടക്കി വെക്കാൻ വേണ്ടിയിട്ട് ടൗൺ ഹാളിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. പക്ഷെ ഇവിടെ മുട്ടുമേൽ ഇരുന്നവനോട് പറഞ്ഞിട്ടുണ്ട്, വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ദൈവത്തിന് തന്റെ വാക്ക് മാറ്റാൻ കഴിയത്തില്ല. ദൈവത്തിന് ഒരിക്കലും താൻ പറഞ്ഞിട്ട് തെറ്റിപ്പോയി എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവം നിന്നോട് ഒരു വേർഡ് സംസാരിച്ചാൽ ആ വേർഡ് നിവർത്തിക്കേണ്ടുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. നിങ്ങൾക്കറിയാമോ, ഇരുട്ടിലേക്ക് രാത്രി 11 മണി കഴിഞ്ഞിട്ട് മറഞ്ഞു പോയ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് വീണ്ടും ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അതിൽ ഞങ്ങൾക്ക് ഒരാഴ്ച ജീവിക്കാനുള്ള പണം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചവൻ ആരെയും വഴിക്ക് വെച്ച് ഉപേക്ഷിച്ചിട്ട്, മോളെ നീ ഇവിടെ കിടന്നോ, എനിക്കിപ്പൊ നേരമില്ലെന്ന് പറയുന്ന ഒരു ദൈവത്തെയല്ല നീ വിളിക്കുന്നത്. അവൻ നിനക്ക് അഭിവൃദ്ധി വരുന്നവനാ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയോ? എന്റെ ദാരിദ്ര്യം പറയാനല്ല, അതൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കർത്താവ് നടക്കുന്ന ഓരോ വഴിയും എക്സൈറ്റ്മെന്റ് ഉള്ളതാണ്. ഹല്ലേലൂയ. കുറച്ചു നേരത്തേക്ക് ടെൻഷൻ അടിക്കുന്നുണ്ട്, പക്ഷെ ആ ടെൻഷൻ കഴിഞ്ഞ് ഉണ്ടല്ലോ, വെറുതെ ടെൻഷൻ അടിക്കുന്നതാ. നമ്മെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ദൈവം ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അവൻ വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ്. ആമേൻ. ഞാൻ നിങ്ങളെ നോക്കി വർഷങ്ങൾക്ക് മുൻപുള്ള, എനിക്ക് തോന്നുന്നു 20 വർഷത്തിന് മുൻപുള്ള കഥയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ ഒരു 2-3 വർഷത്തിന് മുൻപ് ഞാൻ ഓപ്പൺ ടെറസിൽ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കുന്ന സമയത്ത് കർത്താവ് എന്നെ ഒരു വിഷൻ കാണിച്ചു. എന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞ ആ വേർഡും എന്റെ മേമ എന്നോട് പറഞ്ഞ ആ വേർഡും. അപ്പൊ ഞാൻ ചിരിച്ചു പെട്ടെന്ന്. കാരണം ഇന്ന് ഞാൻ ആ അവസ്ഥയിലല്ല.
ഇന്ന് ആ അവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കുവാൻ കർത്താവ് എന്റെ കരത്തിൽ നൽകി തന്നിരിക്കുക. ആമേൻ. ഞാൻ വെറുതെ പറയുന്നതല്ല ഇത്. ഇത് കർത്താവ് അനുഭവത്തിലൂടെ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ അവരെ രണ്ടുപേരുടെയും വാക്ക് ഇങ്ങനെ മുന്നിലോട്ട് വന്നപ്പം ഞാൻ കർത്താവിനോട് ഞാൻ ചിരിച്ചപ്പോ കർത്താവ് ചോദിച്ചു, നീ എന്തിനാ ചിരിച്ചത്? അല്ല, അന്നത്തെ വാക്ക് ഓർത്ത് ചിരിച്ചതാ. ബിൻസി, നിനക്കറിയാമോ, നിന്റെ ചേട്ടൻ ഈ വാക്ക് ഓർമ്മയുണ്ടാവില്ല, നിന്റെ ആന്റിക്കും ഈ വാക്ക് ഓർമ്മയുണ്ടാകത്തില്ല. കാരണം ഇത് നിന്റെ മൈൻഡിൽ കയറാൻ ഞാൻ അവരെ നിർത്തിയതാണ്. ആമേൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾക്കെതിരെ ഒരാൾ ഒരു വാക്ക് പറയുമ്പോൾ, നിങ്ങൾക്കെതിരായി സംസാരിക്കുമ്പോൾ, നിങ്ങൾ തോന്നും ആ മനുഷ്യനാണ് നിനക്കെതിരെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. കർത്താവെ, ഈ മനുഷ്യൻ എന്തിന് എന്നോട് സംസാരിച്ചു? എനിക്ക് പലവട്ടം 20 വർഷങ്ങൾക്ക് മുമ്പ് പലവട്ടം എന്റെ ആങ്ങളോട് പോയി ചോദിച്ചാൽ അവൻ പൈസ തരും. പക്ഷെ ഈ ഒരു വാക്ക് എന്നെ കൊണ്ട് ചോദിപ്പിച്ചില്ല. മറിച്ച് ഒരു പ്രവാചകനും എന്നോട് വന്ന് പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് ഇനി തിരിഞ്ഞു നോക്കരുത്. എന്താ അതിന്റെ അർത്ഥം? നീ വിട്ടുപോകുന്നതിലേക്ക് ഇനി നോക്കിക്കൊണ്ടിരിക്കരുത്. അവിടെ പല സാഹചര്യങ്ങളും കാണും. അവിടെ പൈസ ഉണ്ടാകും, അവിടെ നിങ്ങൾക്ക് ചെക്ക് എഴുതി തരാനുള്ള ഫണ്ട് ഉണ്ടായിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് എന്റെ നീതിമാൻ വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കുമെന്നുള്ളത് ബിൻസിയിൽ കൂടെ തെളിയിക്കും. ഹല്ലേലൂയ. ഞാൻ അന്ന് നിന്ന് ചിരിച്ചുപോയി. കാരണം ബിൻസി, ഈ 2 പേര് നിന്നില്ലായിരുന്നെങ്കിൽ നീ ഈ 20 വർഷവും അവരെ ആശ്രയിച്ച് ജീവിക്കും. എന്റെ ദൈവമാണ് എന്നെ നടത്തിയതെന്നും എന്റെ ദൈവമാണ് എന്നെ ഉയർത്തിയതെന്നും ഒരിക്കൽ പോലും നീ പറയത്തില്ല. അബ്രഹാം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആമേൻ. ശലോം രാജാവിനോട്, മൽക്കിസദേക്കിനോട്, നിന്റെ ഒരു മൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുമ്പോൾ പറയുകയാണ്, ആമേൻ, ചെരിപ്പാകട്ടെ വാറാകട്ടെ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചെന്ന് പറയാൻ ഇടവരുത്തരുത്. അത്യുന്നതനായ ദൈവമാണ് എന്നെ ഉയർത്തിയതെന്ന്. സമ്പത്തില്ലാത്തവനല്ല ഇത് പറഞ്ഞത്, സമ്പത്തുള്ളവനെ വീണ്ടും ബഹുസമ്പന്നനാക്കിയപ്പം അബ്രഹാം പറയുകയാണ്, ഇതൊരു മനുഷ്യൻ എനിക്ക് തന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് എന്നെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞൊരു ദൈവം എനിക്കുണ്ട്. ബഹുജാതികൾക്ക് ഞാൻ നിന്നെ പിതാവാക്കും എന്ന് പറഞ്ഞ ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. ആ ദൈവം എന്നെ വർദ്ധിപ്പിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ഞാൻ മനുഷ്യന് കൊടുക്കുകയില്ല, അതിന്റെ ക്രെഡിറ്റ് ഞാൻ ദൈവത്തിന് കൊടുക്കും. ഹല്ലേലൂയ. പല സാഹചര്യങ്ങളും നിന്റെ മുൻപാകെ വരുന്നത്, ക്രെഡിറ്റ് നീ ദൈവത്തിന് കൊടുക്കണം. സകല മഹത്വവും നീ ദൈവത്തിന് കൊടുക്കാനാണ് കുഞ്ഞെ നീ ഈ സാഹചര്യങ്ങളിൽ കൂടെ പോകുന്നത്. ഹല്ലേലൂയ. മാത്രമല്ല, നീ ഈ സാഹചര്യത്തിൽ കൂടെ പോയാലേ ഇങ്ങനെ ഒരു ജനറേഷൻ നിന്റെ പുറകിൽ വന്നാൽ അതിന്റെ വേദന നിനക്കറിയത്തുള്ളൂ. നിനക്ക് കൊടുക്കുവാൻ ദൈവം തരത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് അഭിവൃദ്ധി വരാൻ ദൈവത്തിന്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് വിതയ്ക്കുക. ഒന്ന്, ദൈവത്തിന്റെ പ്രവാചകന്മാരെ നീ വിശ്വസിക്കണം. 2, നീ വിതയ്ക്കാൻ തയ്യാറാകണം. എങ്ങനെ വിതയ്ക്കും സിസ്റ്ററെ? ഞാൻ എന്റെ ലൈഫ് പറയട്ടെ. ഈ 2000 കിട്ടുന്നതിൽ നിന്ന് എങ്ങനെ വിതയ്ക്കാൻ പറ്റും? ഹല്ലേലൂയ. പക്ഷേ കർത്താവിനോട് ഞങ്ങൾ കുറെ നാളൊന്നും ഞങ്ങൾ വിതച്ചിട്ടില്ല, സത്യം പറയാലോ, ദശാംശം പോലും കൊടുത്തിട്ടില്ല. പക്ഷെ എന്റെ അകത്ത് ഇതിനെ കുറിച്ചൊരു ബോധ്യം വന്നപ്പോ ഞാൻ ഹസ്ബൻഡിനോട് സംസാരിച്ചു, അച്ചായ, നമുക്ക് 2000 കിട്ടുന്നുള്ളൂ, അതിന്റെ 200 എടുത്തിട്ടാണ് 1800 നമുക്ക് തരുന്നത്. അതിലും നമ്മൾ ദശാംശം കൊടുക്കണം. നിനക്കൊരു നന്മ ദൈവം തന്നാൽ, ദൈവവചനത്തിൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അയ്യോ, ദശാംശത്തിന്റെ കാര്യം മാത്രമല്ല ഇവിടെ പറയുന്നത്, എല്ലാ നന്മയിലും. നമ്മൾ ദശാംശം കൊടുക്കാൻ തന്നെ മടിയുള്ളവർ ഇതിന് അകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദശാംശം കൊടുക്കാൻ, 10 കൊടുക്കാൻ. സിസ്റ്ററെ, പുതിയ നിയമത്തിലും ദശാംശം ഇല്ലല്ലോ, അത് പഴയ നിയമത്തോടു കൂടെ കഴിഞ്ഞില്ലേ? കർത്താവായ യേശുവിന്റെ അടുക്കൽ പരീശന്മാർ വന്നപ്പം അവർ പറയാണ്, ഞങ്ങൾ എല്ലാം നന്മയിലും തുളസി പിന്നെ അങ്ങനെ എന്താ അതിലെല്ലാം പതാരം കൊടുക്കുന്നു. അതായത് അവർക്ക് കിട്ടുന്നതെല്ലാം 10 പതാരം കൊടുക്കുന്നു. കർത്താവ് പറയുകയാണ്, നിങ്ങൾ അത് ത്യജിക്കാതിരിക്കുകയും നന്മയും കരുണയും ചെയ്യുകയും ചെയ്യണം. ഹലോ, തുളസി, ചതകുപ്പ, ഇതിലെല്ലാം പതാരം കൊടുക്കുന്നവരാണ്. അതിലൊക്കെ 10 അതായത് കടുക് മേടിച്ചാൽ 100 മേടിച്ചാൽ അതിൽ 10 ഗ്രാം കൊടുക്കുന്നവര്. മനസ്സിലായോ? മുളക് പൊടി 1/2 കിലോ മേടിച്ചാൽ 500 ഗ്രാം ആണ്, അതിന്റെ 10 ഗ്രാം കൊടുക്കുമെന്ന്. നമ്മളൊക്കെ ഇതിൽ ഇത്ര വിശ്വസ്തരാണോ സത്യം പറഞ്ഞ? ഹല്ലേലൂയ. മലയാളികളുടെ
ഏറ്റവും വലിയ പ്രശ്നം. മലയാളികൾ ഇന്നും ഉയരാത്തതിന്റെ പ്രശ്നം ഞാൻ പറയാം, കൊടുക്കാൻ മനസ്സില്ല. അവര് പറയുന്നത്, ഓ ആ പാസ്റ്റർക്കുണ്ട്, ആ പാസ്റ്റർക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ആ പാസ്റ്റർക്ക് അതുണ്ട്, നമ്മളെക്കാളും നല്ല നിലയിൽ നടക്കട്ടെ. ലേവ്യ പൗരോഹിത്യമുള്ളവർ നന്നായി നടക്കണം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു പാസ്റ്റർ, നിങ്ങൾ എല്ലാവരും ഒരു ചർച്ചിലാണോ എന്ന് എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. നിങ്ങളുടെ ഒരു പാസ്റ്റർ ദരിദ്രനായി നടക്കുന്നതാണോ? വേണ്ട, പാസ്റ്റർ വിട്ടേക്ക്. നിങ്ങളുടെ മക്കൾ ദരിദ്രരായി നടക്കുന്നതാണോ? അവർ നല്ലൊരു കാറിൽ പോകുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാസ്റ്റർ നന്നായി നടന്നാൽ അതിന്റെ ഗുണം ആർക്കാണ്? നിങ്ങൾക്കാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്റെ ലൈഫാണ്. എന്നെ കുഞ്ഞുനാളിൽ പഠിപ്പിച്ചു വെച്ചത് പാസ്റ്റർമാർ ദരിദ്രന്മാരായി നടക്കണമെന്നാണ്. കാരണം അവരെല്ലാം ഉപേക്ഷിച്ചു, എല്ലാം ത്യജിച്ചവരാണ്. അവരെന്നും അങ്ങനെ ഇരിക്കണം. ദൈവവചനം ഒരിക്കലും പറയുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നീ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണം. ഹലോ, സുഖമായും ശുഭമായും ഇരിക്കണം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നീ എന്ത് വിശ്വസിച്ച് പ്രഖ്യാപിക്കും? നീ എന്നും ദരിദ്രനായി ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നീ അതേ അനുഭവിക്കത്തുള്ളൂ. അല്ല, എന്റെ ദൈവം എന്നെ അഭിവൃദ്ധി നൽകുന്ന ദൈവമാണ്. നീ ഇത് പറഞ്ഞാൽ നീ അഭിവൃദ്ധി തന്നെ പ്രാപിക്കും. ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന കാര്യമല്ല അത്. ഇത് നിന്റെ ലൈഫില് അതിൽ നീ സ്റ്റേബിൾ ആണോ? നീ നിലനിൽക്കുന്നവനാണോ? നീ വചനം പഠിപ്പിക്കുന്നവർക്ക് എല്ലാം നന്മയിൽ ഓഹരി കൊടുക്കുന്നവനാണോ? ഇതിൽ സ്റ്റേബിൾ ആണെന്ന് നിനക്ക് നിന്നെ കുറിച്ച് ദൈവത്തിനൊരു വിശ്വാസം, ദൈവത്തിന് നിന്നിൽ ഒരു വിശ്വാസം വന്നാൽ നീ അവിടെ നിന്ന് പിന്നെ പറക്കുക. ആമേൻ. ഹല്ലേലൂയ. ഞാനിത് എന്റെ ലൈഫാ പറയുന്നത് സഹോദരികളെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അല്ലാതെ ആർക്കോ ഉണ്ടായ ഒരു കാര്യം പറയുന്നതല്ല, എന്റെ ലൈഫാണ്. ആമേൻ. ഉയർച്ചയിൽ നിന്ന് താഴോട്ട് പോയി, താഴ്ചയിൽ നിന്ന് മുകളിലേക്ക് കയറി വന്നവളാണ് ഞാൻ. ആമേൻ. അതെന്തിനാന്നറിയാമോ? എന്റെ ദൈവമാണ് എനിക്ക് എല്ലാം നൽകി തന്നതെന്ന് ആമേൻ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം. ഹല്ലേലൂയ. ഒരിക്കല് 20 വർഷങ്ങൾക്ക് മുമ്പ് കലം കഴുകി കമത്തി വെച്ച ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അടുത്ത നേരത്തേക്ക് ഇടാൻ അരിയില്ല, പ്രാർത്ഥന മാത്രം. അന്നും പ്രാർത്ഥിച്ചപ്പം ഒരു 10-15 വീടിനപ്പുറത്തുള്ള ഒരു സഹോദരിക്ക് ഉള്ളിൽ ഒരു പ്രേരണ, ഇവർക്ക് കുറച്ച് അരി കൊണ്ടു കൊടുക്കണം. ഞങ്ങളുടെ ചർച്ചിലേ ഉള്ള വിശ്വാസിയല്ല, വേറൊരു ചർച്ചിൽ പോകുന്നതാ. പുള്ളിക്കാരി ഒരു 15 കിലോ അരി ഒരു മോന്റെ കയ്യിൽ, അവരുടെ മോന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ കൊണ്ടുവയ്ക്കണം. കാരണം എന്തിനാന്നറിയോ? ഈ കണ്ട കാര്യം ശരിയാണോ എന്ന് അറിയാനാ. അവര് വന്നപ്പം കലം കമന്നിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ദൈവം നീ പട്ടിണി കിടക്കാൻ ആഗ്രഹിക്കുന്നവനല്ല. ഇന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ എനിക്ക് പറയാനായിട്ട് കഴിയും, ഞങ്ങൾ അനേകർക്ക് അത് കൊടുക്കുന്നവരാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ന് പറഞ്ഞത് അതിൽ കൂടെ പോയി എന്ന് പറയുന്നത് ദാരിദ്ര്യം പറയാനല്ല, ദൈവം നിന്നെ അഭിവൃദ്ധിപ്പെടുത്തി എന്ന് പറയാൻ വേണ്ടിയിട്ടാ. നിന്റെ മുൻപിൽ ആളുകൾ വന്ന് വാക്കുകൾ പറയുമ്പം, അയ്യോ എന്തുകൊണ്ട് അവരത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവരോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നു. ചോദിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്നെ വലുതാക്കുന്നത് മനുഷ്യനല്ല, നിന്നെ വലുതാക്കുന്നത് ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. നിനക്ക് അഭിവൃദ്ധി തരുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിതയ്ക്കാൻ തയ്യാറാകണം. പിന്നെ ആര് വചനം പഠിപ്പിക്കുന്നുവോ അവിടെ കൊടുക്കാൻ തയ്യാറാകണം. കഴിഞ്ഞ ദിവസം ഇതൊക്കെ പഠിപ്പിച്ചാൽ പോലും ചിലർക്കുണ്ടല്ലോ, ഓ അവർക്കൊക്കെ ഉള്ളതാന്നുള്ള ഒരു മൈൻഡുള്ള ഒരു കുഞ്ഞ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവള് ഇവിടെ ആയിരുന്ന സമയത്തൊക്കെ കൃത്യമായി ടൈപ്പ് ചെയ്യായിരുന്നു. പക്ഷെ വിദേശത്തേക്ക് പ്രാർത്ഥിച്ച് അയച്ചു കഴിഞ്ഞപ്പോ പിന്നെ ടൈപ്പും ഇല്ല, ഒന്നുമില്ല. അവളോട് ചോദിച്ചപ്പോ ടൈപ്പ് മനുഷ്യർക്കല്ലാട്ടോ ദൈവത്തിന് എന്ന വണ്ണം ചെയ്യണം. നീ ബിൻസി ആന്റിക്ക് കൊടുക്കണേന്ന് വെച്ചാൽ നീ അഭിവൃദ്ധി പ്രാപിക്കില്ല. നീ നിന്റെ പാസ്റ്ററുടെ പേര് പറഞ്ഞേ, ആ ആൾക്കാർ കൊടുക്കണേന്ന് വെച്ചാൽ ഒരിക്കലും അഭിവൃദ്ധി പ്രാപിക്കില്ല. ഓ ഞാൻ പാസ്റ്റർക്ക് കൊടുത്തുല്ലോ. അല്ല, നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന് എന്ന വണ്ണം ചെയ്താൽ അതിൽ അഭിവൃദ്ധി പ്രാപിക്കും. കഴിഞ്ഞ ദിവസം ആ കുഞ്ഞിനോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കുഞ്ഞു പറഞ്ഞു, ഞാൻ ഇപ്പൊ ഇവിടെ പോകുന്ന ചർച്ച് വളരെ പാവപ്പെട്ട ചർച്ചാണ്, നമ്മളൊക്കെ നല്ല സമ്പന്നരായല്ലോ, അതുകൊണ്ട് ദൈവത്തിന്റെ നിയമത്തിന് മാറ്റമില്ല. നാം അധ്വാനിച്ചിട്ട് നമ്മുടെ പണം കൊണ്ടുപോയി അയൽവക്കത്ത് കൊണ്ടു കൊടുക്കോ? പറ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ വളർത്തി വലുതാക്കി, എന്നിട്ട് അവര് വിദേശത്ത് പോയി അവർ പണം കൊണ്ടുവന്ന് അയൽവക്കത്തെ വീട്ടിലെ ചേട്ടന് കൊടുത്താൽ നിങ്ങളുടെ മനസ്സെന്തായിരിക്കും?
ഇത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ദൈവം ഒരു അഭിഷിക്തനെ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ആൾക്ക് വേണം ദൈവത്തിനെന്ന വണ്ണം ചെയ്യുന്നത് ആ ചർച്ചിന് വേണ്ടിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അല്ലാതെ ചെയ്യുന്നതോ അത് സ്വമേധാദാനമായിരിക്കണം. നിന്റെ ഹൃദയത്തിൽ നിന്ന്, ടൈത്തിൽ നിന്നല്ല, ദശാംശത്തിൽ നിന്നല്ല, ഓഹരിയിൽ നിന്നല്ല ചെയ്യേണ്ടത്. നിന്റെ ഹൃദയത്തിൽ മനഃപൂർവമായ ഒരു ദാനം ചെയ്യണം. ഇതൊക്കെ ചെയ്യാറുണ്ടോ? എന്റെ പൊന്നാൻറ്റി ടൈത്ത് തന്നെ കൊടുക്കാറില്ല, പിന്നെ എങ്ങനെ ദാനം ചെയ്യൂ ഇനി? ഹല്ലേലൂയ. വിതയ്ക്കാൻ തയ്യാറാകണം. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ 19ാമത്തെ വയസ്സില് ഞാൻ ഒരു മിഷ്യൻ എംബ്രോയിഡറി പഠിക്കാൻ പോയി. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ മിഷ്യൻ എംബ്രോയിഡറി പഠിക്കാനായിട്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിൽ പണത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഞങ്ങൾ ഏറ്റവും താഴോട്ട് പോയി. ആ താഴോട്ട് പോയി പപ്പയുടെ മരണമൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ എന്താ പറയുക ഏറ്റവും താഴോട്ട് യോസെഫ് പോയതുപോലെ കുഴിയിലേക്ക്. ആ സമയത്ത് എന്റെ മമ്മി ഡിഗ്രി എന്നെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കൈത്തൊഴിൽ എന്തെങ്കിലും വേണമല്ലോ എന്ന് വെച്ചിട്ട് എന്നെ എംബ്രോയിഡറി പഠിപ്പിക്കാനും തയ്യൽ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം, നമുക്ക് ചെയ്തു നോക്കണമല്ലോ. ചെയ്തു നോക്കണമെങ്കിൽ ഈ സാധനം വീട്ടിലുണ്ടാകണം. വീട്ടിൽ ഇത് മേടിക്കാനുള്ള പൈസ ഇല്ല. അപ്പൊ ഞാൻ ഒറ്റ പ്രാവശ്യം മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു സെക്കൻഡ് ഹാൻഡ് എങ്കിലും കിട്ടിയാൽ നല്ലതാന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു ഇല്ല മോനെ. അപ്പൊ ഞാനത് പറഞ്ഞിട്ടില്ല. പക്ഷെ 19 വയസ്സിൽ എന്റെ അകത്ത് കിടന്ന ഒരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ ഒരു മിഷൻ വേണമെന്ന്. ഈ കഴിഞ്ഞ ദിവസം എന്നോട് കൂടെ ആ ഒരാഗ്രഹം ഉള്ളിൽ കിടന്ന് വർഷങ്ങൾ കഴിഞ്ഞു. ഈ ഒരു എനിക്ക് തോന്നുന്നു ഒരു 6 മാസമായിട്ടില്ല, ഒരു 3 മാസത്തിന് മുൻപേ ഞാൻ നിങ്ങളോട് ഈ സാക്ഷ്യം പറഞ്ഞു എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. 3 മാസത്തിന് മുൻപേ കർത്താവ് എന്നോട് ഗുജറാത്തിലുള്ള ഒരു മിനിസ്ട്രിക്ക് ഒരു വിത നടത്താനായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ അത് മറന്നു. കാരണം വിത നടത്താൻ പറഞ്ഞൊരു പിന്നെ ഒരു കാര്യമുണ്ട്. ആ സിസ്റ്റർ എന്റെ കൂടെ ഒരു ബൈബിൾ കോഴ്സ് ചെയ്ത സിസ്റ്ററാണ്. 25 വയസ്സേ പ്രായമായിട്ടുള്ളൂ. ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ആദിവാസികളുടെ ഇടയിൽ ഗുജറാത്തിൽ പോയിരിക്കുകയാണ്. അവരുടെ സ്ലാങ്, അവരുടെ ലാംഗ്വേജ് പഠിച്ച് ബൈബിൾ വിവർത്തനം ചെയ്യണം. ഞാൻ കേട്ടിട്ടുണ്ട് ബൈബിൾ വിവർത്തനം ചെയ്യണമെങ്കിൽ ഒരായുസ് മുഴുവൻ കൊടുക്കണം. അപ്പൊ ആ കുഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ കുറച്ചുകൂടി ടെക്നോളജി മുന്നോട്ടായതുകൊണ്ട് ആന്റി ഞങ്ങള് യോഹന്നാന്റെ സുവിശേഷം വരെ എത്തിയിട്ടുണ്ട്. എന്റെ അകത്ത് വലിയൊരു ഭാരം കയറി. കാരണം ഞാൻ ഇത്രയും പ്രായമായിട്ട് ഇത്ര ഡെഡിക്കേഷൻ എനിക്കും ഉണ്ടായിട്ടില്ല. പല ജീവിത സാഹചര്യങ്ങളിൽ കൂടെയും പോയിട്ടുണ്ട്. പണമില്ലാത്തതും വസ്ത്രമില്ലാത്തതും ഇതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ആ കുഞ്ഞിന്റെ ഒരു ഡെഡിക്കേഷൻ, അവള് വെൽ സെറ്റിൽഡ് ആയ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എനിക്ക് അവളെ നന്നായി അറിയാം. പക്ഷെ അവള് ഒരു ലൈഫ് മുഴുവൻ ഗുജറാത്തിൽ ആദിവാസികളുടെ ഇടയിൽ ബൈബിൾ ട്രാൻസ്ലേഷന് വേണ്ടി കിടക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം, ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അത്രയും കൂടി ഡെഡിക്കേഷൻ എനിക്കില്ലല്ലോ. ഞാൻ എന്നിട്ട് അവള് ഒരു സാക്ഷ്യം എൻ്റെ അടുത്ത് പറഞ്ഞു. കോട്ടയത്ത് നിന്ന് പോയിരിക്കുന്ന ഒരു മലയാളി, ചേച്ചിക്ക് അറിയാമോ, അവര് ഇത്തിരി ഉൾഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാല് പട്ടിയുടെ തൊലി അത് ഏറ്റവും പൈസ ഇല്ലാത്തവർ കഴിക്കുന്നത് പട്ടിയുടെ തൊലി. പട്ടിയുടെ മാംസം കഴിക്കുന്നവരുണ്ട്, പട്ടിയുടെ തൊലിയാണ് ചേച്ചി കഴിക്കുക. പിന്നെയും കഴിക്കുന്നത് തൊരപ്പനുണ്ടല്ലോ, നമ്മുടെ ഇവിടുത്തെ തൊരപ്പന്റെ തൊലി ചെത്തിയെടുത്ത് അതാണ് ഫുഡ് കഴിക്കുന്നത്. മലയാളി കഴിക്കുന്ന കാര്യം പറയുന്നു. ചിലപ്പോ അവർക്ക് അത് മുഖാന്തര രോഗങ്ങളൊക്കെ വരാം. എന്റെ ഹൃദയം അങ്ങ്, കാരണം ഞാൻ ഒരു 2 ദിവസം മുന്നേ പാസ്റ്റർക്ക് ഇവിടെ ബിസി ആയതുകൊണ്ട്, പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ, കർത്താവ് ഞങ്ങളെ സമൃദ്ധമായിട്ട് നിറച്ചു. പാസ്റ്റർ ബിസി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇച്ചിരി കറി വെച്ച് കഴിക്കാൻ. 2 ദിവസം കിട്ടിയില്ല. അപ്പൊ ഞാൻ ഈ വിഷമം ഉള്ളിലിട്ട് ഇരിക്കുകയാണ്. ഏത് അയിലക്കറി കഴിക്കാൻ, കറി വേറെ ഇല്ലാഞ്ഞിട്ടല്ല, അയിലക്കറി കഴിക്കാൻ. ഈ കേട്ടപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് അയിലയും വേണ്ടാവും. ഈ പട്ടിയുടെയും തൊരപ്പന്റെയും ഒക്കെ ഭക്ഷണം വെച്ച് കഴിക്കുന്നവര് സുവിശേഷ വേല ചെയ്യുമ്പോ ഞാൻ ഈ കുഞ്ഞു കാര്യത്തിന് പിണങ്ങിയിരുന്നാൽ ശരിയാവോ? നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ വാശി പിടിക്കാറില്ലേ? പക്ഷെ ദൈവരാജ്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ആയി ഒത്തിരി പേരുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഒരു ഫണ്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഞാൻ വേഗം മൊബൈലൊക്കെ എടുത്തെങ്കിൽ, നമ്മൾ മൊബൈൽ എടുത്ത് ആദ്യം പിന്നെ എന്താ ചെയ്യാം, വാട്സപ്പ് നോക്കും, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോകണം, പിന്നെ ഫേസ്ബുക്കിൽ പോകണം. എല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മളിത് മറന്നു പോകും അല്ലേ? എല്ലാവരുടെയും കാര്യമാണ്.
ഞാന് എന്തോ എടുത്ത് വാട്സപ്പിൽ കയറി ഈ സംഭവം വിട്ടു. പക്ഷെ അകത്തുണ്ട് വിതയ്ക്കണം, കർത്താവ് വിതയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, വിതയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇതകത്തുണ്ട്. ഞാൻ വിതയ്ക്കാതെ നിൽക്കുകയാണ്. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഹോളി സ്പിരിറ്റ് ശക്തമായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യമായി പറയുന്നു. അപ്പൊ തന്നെ ഫോൺ എടുത്ത് ആദ്യം ഗൂഗിൾ പേ എടുത്തു, ആ കൊച്ചിനോട് പറഞ്ഞു വേഗം പൈസ സെൻഡ് ചെയ്ത് കൊടുത്തു. ആ കൊച്ചു എന്നോട് പറഞ്ഞു, ആന്റി ഞാൻ ആന്റിയോട് 1 രൂപ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, നീ എന്നോട് പൈസ ചോദിച്ചിട്ടില്ല. സാധാരണ ആളുകൾ പൈസ ഉണ്ടെന്ന് അറിഞ്ഞ് എന്ത് ചെയ്യും, പൈസ ചോദിക്കും. പക്ഷെ ഈ കുഞ്ഞ് എന്റെ അടുത്ത് ഒറ്റ പൈസ ചോദിച്ചില്ല. ആ, പക്ഷേ എനിക്ക് ഇതെന്തോ അയച്ചു കൊടുക്കാൻ തോന്നി. ഇത് എന്താ പ്രശ്നം എന്നറിയാമോ, എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തിന് നിനക്ക് ചിലത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, ദൈവത്തിന് നിനക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ദൈവം പറഞ്ഞത് നീ അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കും. എത്രയോ പ്രാവശ്യം അഭിഷിക്തന്മാർക്ക് ഇന്ന കാര്യം ചെയ്യാൻ നമ്മുടെ അകത്ത് തോന്നിയിട്ട് അയാൾക്ക് അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മാറിയിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, ഇന്ന് മാനസാന്തരപ്പെട്ടോണം, ഏതെങ്കിലും പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർത്തോളണം. ഹല്ലേലൂയ. ഞാൻ ഇത് എന്റെ കാര്യം പറയുന്നത് പച്ചയായ യാഥാർത്ഥ്യം പറയണേ. എനിക്ക് വേണമെങ്കിൽ എന്നെ മറച്ചു വെച്ച് നല്ല കാര്യം മാത്രം പറയാം. പക്ഷെ എനിക്കറിയാം, ഇതിൽ 10-15 പേരോ ഉള്ളെങ്കിലും കർത്താവ് ചൂസ് ചെയ്തിരിക്കുന്ന, കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്ന, കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യും എന്ന ബോധ്യമുള്ളവരുടെ അടുത്ത് തന്നെയാണ് ഞാനിത് പറയുന്നത്. കർത്താവ് എന്റെ അടുത്ത് പറഞ്ഞു, ഇന്ന കാര്യം ചെയ്തു. നിങ്ങൾക്കറിയാമോ, യുകെയിൽ നിന്ന് ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 2 മാസം മുന്നേ, ഇത് ഞാൻ ചെയ്യുന്നതിന് ഒരു 2 മാസം മുന്നേ എന്റെ അടുത്ത് പറഞ്ഞു, ആന്റി ഞാൻ ആന്റിക്ക് വേണ്ടി ആ കാര്യം ചെയ്തോളാം. എന്റെ കുറച്ച് എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്, അത് തീർന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്ന ഒത്തിരി പേര് നമ്മളോട് പറയാറുണ്ട്. ആരും ചെയ്യാറില്ല. കാരണം നമ്മെ പോലെ തന്നെ അവര് പിന്നീട് അത് മറന്നുപോകും, അല്ലെങ്കിൽ ആ കാര്യം വിട്ടുപോകും, അല്ലെങ്കിൽ അയാൾക്ക് അതൊക്കെ ഉണ്ട്, വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് മറന്നു പോവുകയും വേണ്ടാന്ന് വിചാരിക്കുന്നതും ചെയ്യുന്നവരാണ്. പക്ഷെ ഈ കൊച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഒരു ഞാൻ എപ്പോ ഇത് ഗുജറാത്തിലേക്ക് വിതച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ എന്തോ ജോലി ചെയ്ത് ഫോൺ വന്നെടുത്തപ്പം എനിക്ക് ഒരു പുതിയ മെഷീൻ മേടിക്കാനുള്ള ഫണ്ട് അവള് ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ വേഗം ആ കുഞ്ഞിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഇത് 2 മാസം കഴിഞ്ഞിട്ട് ചെയ്യാന്നല്ല പറഞ്ഞു. അറിയില്ലേ ചേച്ചി, ഞാൻ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ടായിരുന്നു, ആള് പറഞ്ഞു ഇപ്പൊ വേണ്ട, ഇപ്പൊ മോളുടെ ഇഷ്ടത്തിന് അത് ചെയ്തോ, എടുത്തോ, ആവശ്യത്തിന് എടുത്തോ, പിന്നീട് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ വേഗം ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. നോക്കിക്കേ, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളച്ചാൽ നീതി സ്വർഗത്തിൽ നിന്ന് നോക്കും. പല വിശ്വസ്തതയും അവിശ്വസ്തതയും കാണിച്ചത് കൊണ്ടാണ് നീതി നമ്മെ സ്വർഗത്തിൽ നിന്ന് നോക്കാത്തത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തരാകാൻ നമുക്ക് സാധിക്കുമോ? ദൈവസന്നിധിയിൽ നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? അത് നടക്കില്ല, എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുണ്ട്, ആ പൈസയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ കാര്യം ചെയ്യാമായിരുന്നു, ഇന്ന കാര്യം ചെയ്യാമായിരുന്നു. അയ്യോ, നിങ്ങൾ ഒരിക്കലും ചെയ്യത്തില്ല. ഞാന് പൈസ മാത്രമല്ല കേട്ടോ, ഞാൻ എന്റെ വസ്ത്രം വിതയ്ക്കും. ഒത്തിരി ദാരിദ്ര്യമായവർക്കൊന്നും അല്ല, എന്റെ ഏറ്റവും നല്ല ഡ്രസ്സാണ് ഞാൻ കൊടുക്കുക. കീറിപ്പൊളിഞ്ഞ് 10 വർഷമായിട്ട് ആ സംഭവം അല്ല ഞാൻ കൊടുക്കുക. എനിക്ക് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. എന്റെ അലമാരി നിറഞ്ഞു എന്ന് കണ്ടാൽ അപ്പൊ ഞാൻ എടുത്തു കൊടുക്കും. നിങ്ങൾക്കറിയാമോ, ഇന്ന് വരെ ഞാൻ വസ്ത്രത്തിന് ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല. മാത്രമല്ല, എന്റെ വിവാഹം കഴിഞ്ഞ നാളിൽ ഞാൻ 150 രൂപയുടെയും 125 രൂപയുടെയും ചുരിദാർ മേടിച്ചിട്ട് ഇടാറ്. ഇന്ന് ഞാൻ റേറ്റ് പറയുന്നില്ല, റേറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും, അതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഞാൻ ധരിക്കാറ്. ഇത് പൊക്കി പറയുന്നതല്ല മക്കളെ, ഞാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നീ എങ്ങനെ വിതയ്ക്കുന്നു എന്ന് നിന്റെ സൃഷ്ടാവ് നോക്കും. നീ നല്ല വിത്ത് വിതച്ചാൽ അതിൽ നിന്ന് നല്ലതേ പുറത്തു വരത്തുള്ളൂ. ചുക്കി ചുളിഞ്ഞതൊക്കെ വിതയ്ക്കുന്നുണ്ടെങ്കിൽ ദൈവം തരുമ്പോൾ നീ ദൈവത്തെ ചോദ്യം ചെയ്യരുത്. എനിക്ക് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ തരുന്നത് എന്ന് പറയരുത്. എന്തോ കർത്താവ് നിങ്ങളെ വിതയ്ക്കാനായിട്ട്, രഹബോത്ത് മിനിസ്ട്രി കർത്താവ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വിതയ്ക്കുക. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിതയ്ക്കരുത്. നിങ്ങൾ ദൈവത്തിന് എന്നവണ്ണം വിതച്ചാൽ, ഞാൻ ഇത് ആ ആന്റിയോട് മാത്രമല്ല പറയുന്നത്, ഈ ഡിവൈസിൽ കയറി എല്ലാവരോടാ പറയുന്നത്, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിതയ്ക്കരുത്. ദൈവത്തിന് എന്നവണ്ണമാണ് നിങ്ങൾ വിതയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ കൊയ്യാതിരിക്കത്തില്ല. ഏമേൻ. ഞങ്ങൾ ചർച്ചില് കർത്താവ് എന്നോട് പറഞ്ഞു, നീ വഴിയരികെയുള്ളവർക്ക് ഫുഡ് കൊടുക്കണം. വഴിയരികെയുള്ളവർക്ക് ഫുഡ് കൊടുക്കാൻ എല്ലാ ദിവസവും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ അന്നില്ല, അത്രയില്ല.
ഞാൻ പറഞ്ഞു മാസത്തിൽ നമുക്ക് ഒരിക്കൽ ചെയ്യാം. അപ്പൊ എന്റെ അടുത്ത് പാസ്റ്റർ പറഞ്ഞു, മാസത്തിൽ ഒരിക്കലാണോ തെരുവിലുള്ള ഒരു വിശന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു അല്ല, മാസത്തിൽ ഒരിക്കലല്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പൊ അത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്, നമുക്ക് അതിൽ വിശ്വസ്തരാകാം. മാസത്തിൽ ഒരിക്കൽ ചെയ്തതാണ്. പിന്നെ നിങ്ങൾക്ക് കേൾക്കണോ, വിദേശത്തുള്ള ഒരു ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റി, മാസത്തിൽ ഒരിക്കലല്ല ചെയ്യേണ്ടത്, നമുക്കൊരു കിറ്റായിട്ട് കൊടുക്കാം. നീ വിശ്വസ്തയാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ദൈവം ചെയ്യുന്നത് നിന്നിലൂടെ ഒരു മാസത്തേക്കുള്ള കാര്യങ്ങൾ ഇല്ലാത്തവർക്ക് കൊടുക്കുവാൻ ദൈവം നിന്നിലൂടെ അത്ഭുതം ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നീ എന്ത് വിതയ്ക്കുന്നോ അത് കൊയ്യും. നീ വസ്ത്രം വിതച്ചാൽ നീ വസ്ത്രം കൊയ്യും. നീ അരി വിതച്ചാൽ നീ അരി കൊയ്യും. ആമേൻ, ഹല്ലേലൂയ. ഇത് നീ പോയി കൊയ്യുമെന്ന് വേണ്ട, നിന്റെ അടുക്കിലേക്ക് ഇത് വരും. നീ പണം വിതച്ചാൽ പണം കൊയ്യും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മിനിസ്ട്രികളെ സഹായിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നൽകി തരിക. അതുകൊണ്ട് ചിലർക്കൊരു ചോദ്യമുണ്ട്, മിനിസ്ട്രികളെയൊക്കെ സഹായിക്കുന്നതല്ലേ, അതുകൊണ്ട് ആന്റിക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ഒത്തിരി ആവശ്യമുണ്ട്. ഞങ്ങൾ ചർച്ച് ബിൽഡിംഗ് റെന്റ് ചെയ്യുന്നത് 50,000 രൂപയാണ്. ചർച്ച് ബിൽഡിങ്ങിന്റെ റെന്റ് ഞങ്ങൾ കൊടുക്കുന്നത് 50,000 രൂപയാണ്. ആമേൻ. അവിടെ ഈ വരുന്ന പാസ്റ്റേഴ്സിന് അത് കൂടാതെ കൊടുക്കണം. ആമേൻ. അതും അല്ലാതെ കറണ്ട് ബില്ല് വേറെ കൊടുക്കണം, വാട്ടർ ബില്ല് വേറെ കൊടുക്കണം. എങ്ങനെയത് ഞങ്ങളുടെ കയ്യിലൂടെ കുറെ, നിങ്ങൾ വിചാരിക്കരുത് ലക്ഷക്കണക്കിന് നിക്ഷേപം വരുന്നിട്ടാന്ന്. അല്ല, അതത് മാസത്തേക്കുള്ളത് കർത്താവ് റിലീസ് ചെയ്യും. ഹല്ലേലൂയ. അല്ലാതെ ആന്റി എന്തോ ബിസിനസ് ചെയ്തിട്ട് ഇങ്ങനെ വരവുണ്ട്, അല്ല. നീ ദൈവരാജ്യത്തിൽ വിശ്വസ്തമാണെങ്കിൽ സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്ന് അവൻ നിനക്ക് നൽകി തരും. ആമേൻ. ഞങ്ങളൊരു കുഞ്ഞു ചർച്ചിലായിരുന്നു ആദ്യം എന്താ പറയാ ചർച്ച് റൺ ചെയ്തുകൊണ്ടിരുന്നത്. 100 പേരായപ്പോ അവിടെ പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, നിന്റെ അതിരുകൾ, നിന്റെ അതിർത്തിയെ, നിന്റെ കുറ്റിയെ മാറ്റിയടിക്കുക. അടുത്ത സ്ഥലം പോയി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അവിടെ 13,000 രൂപ മാസം വാടക കൊടുത്താൽ മതിയായിരുന്നു. പിന്നീട് പോയി നോക്കുന്നതൊക്കെ ഈ 50,000, 60,000, 1,00,000. കർത്താവെ, ഞങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല. കർത്താവ് പറഞ്ഞു, നിന്നോട് അതിർത്തി കുറ്റി മാറ്റിയടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ വേറൊരു സ്ഥലം പോയി നോക്കി. ആ സ്ഥലമാണ് ഇന്ന് പോയത്. ആളുകളെല്ലാം പറഞ്ഞു, പാസ്റ്റർക്ക് വട്ടാണ്. കാരണം 13,000 രൂപയില് റൺ ചെയ്യുന്ന ഒരു ചർച്ച് 50,000, എല്ലാം സാധാരണക്കാരാ വരുന്നത്. ഈ പാസ്റ്റർക്ക് എന്തോ സംതിങ് റോങ് നടക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വാക്ക് റോങ് അല്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ. ഒരു വ്യക്തി ഞങ്ങളുടെ കയ്യില് 10 ലക്ഷം രൂപ കൊണ്ടു തന്നു. 10 ലക്ഷം രൂപ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് മൂവ് ചെയ്യാൻ. അപ്പൊ ഞങ്ങൾ അത് ചർച്ചിൽ അനൗൺസ് ചെയ്തു. അനൗൺസ് ചെയ്തിട്ട് ഈ പണം ഞങ്ങൾ വേറൊരാളെ ഏൽപ്പിച്ചു. ആ ആള് ഞങ്ങൾക്ക് 10 ദിവസം മുൻപേ പറഞ്ഞാൽ പൈസ തരാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയണോ, 10 ദിവസം മുന്നേ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, എന്റെ ബിസിനസ് ഇടിഞ്ഞു പോയി, ഞാൻ ആ പൈസ അവരിക്കെടുത്തു. ചർച്ചിൽ അനൗൺസ് ചെയ്തതാണ്. ആര് കള്ളന്മാരാകും? ഞങ്ങൾ കള്ളന്മാരാകും അല്ലെ? 10 ലക്ഷം രൂപ ഞങ്ങൾ എടുത്തു എന്ന് പറയും അല്ലെ? കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നെടുമ്പാട് വീണു, കിട്ടാൻ ഒരു മാർഗവും ഇല്ല. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, കള്ളൻ എന്ന പേര് ഉണ്ടാകരുത്. ഹല്ലേലൂയ. കർത്താവ് എന്ത് ചെയ്തെന്ന് അറിയോ? മറ്റൊരു മിനിസ്ട്രിയെ എഴുന്നേൽപ്പിച്ചു. അവര് ഫുൾ ചർച്ചിന്റെ പണി തീർത്തു. ആമേൻ. 20 ലക്ഷം രൂപയായി ഞങ്ങൾക്ക് ആ ചർച്ചിന്റെ ബിൽഡിംഗ് ഫണ്ട്, അത് മൊത്തം പണി തീർക്കാനായിട്ട്. ഇന്നും ആ ചർച്ച റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപയാണ്. സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്ന്. മനുഷ്യന്റെ കരമല്ല, ഇത് ദൈവത്തിന്റെ കരമാണ്. ആമേൻ, ഹല്ലേലൂയ. നീ വിതയ്ക്കാൻ തയ്യാറായാൽ നീ ഒരു കൊയ്ത്ത് നിന്റെ കയ്യിൽ കൂടെ കർത്താവ് ചെയ്യും. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കണം. ദൈവത്തിന്റെ പ്രവാചകന്മാരെ വിശ്വസിച്ചാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. അതുകൊണ്ടാണ് യോസേഫ് ചെന്നിടത്തൊക്കെയും അവൻ അഭിവൃദ്ധി പ്രാപിച്ചത്. എത്ര പേർ ഇന്നത്തെ വചനം നിങ്ങളുടെ അകത്ത് കയറിയിട്ടുണ്ട്? ഞാൻ തയ്യാറാണ് സിസ്റ്റർ. അഭിഷിക്തന്മാർക്കെതിരെ പറഞ്ഞ വാക്കുകൾ ഞാൻ തെറ്റ് പറയാൻ, പരിശുദ്ധാത്മാവിനോട് തെറ്റ് പറയാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ, ആമേൻ. ഞാൻ ദൈവത്തിന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നു. പ്രവാചകന്മാർ പറഞ്ഞ ഡേറ്റ് ഒക്കെ ഒരു പക്ഷെ മാറിപ്പോയെന്ന് വരാം. പക്ഷെ പ്രവാചകൻ ഏൽപ്പിച്ച ഒരു പ്രവാചകൻ, ഒരു വലിയ പ്രവാചകൻ നിനക്കുണ്ട്. അവൻ ഡേറ്റ് മാറുന്നവനല്ല, അവൻ കൃത്യസമയത്ത് ചെയ്യും. എന്തെങ്കിലും നമ്മുടെ ഡേറ്റ് മാറുന്നതിന്റെ പിന്നിലുള്ള ഈ കാരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഫോൾട്ടാണ്, അല്ലാതെ പ്രവാചകന്റെ കുറ്റമല്ല. നമ്മൾ പലപ്പോഴും പ്രവാചകന്മാരെ കുറ്റം പറയും. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ അകത്തുള്ള ഫോൾട്ട് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാകില്ല. അതുകൊണ്ട് ആ ഫോൾട്ടിനെ നമുക്ക് ഒന്ന് തിരുത്താനായിട്ട് പറ്റുമോ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം
പാസ്റ്റർ ഇങ്ങനെ ഒരു വേർഡ് ചർച്ചിൽ, എൻ്റെ അച്ഛനെയാണ് ഞാൻ പാസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അദ്ദേഹം ഒരു വേർഡ് ഇങ്ങനെ റിലീസ് ചെയ്തു. കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ, ഹല്ലേലൂയ, നിനക്ക് ചിലപ്പോൾ സ്വർണം പൊതിഞ്ഞു കെട്ടി വരെ തരും. എത്ര പേര് കേട്ടു? ഹല്ലേലൂയ. സ്വർണം, നമ്മൾ സ്വർണ്ണവിരോധികൾ ആരും ഇത് സ്വീകരിക്കേണ്ട കേട്ടോ. ഞാൻ സ്വർണ്ണവിരോധിയൊന്നുമല്ല. ഞാൻ സ്വർണം ഉപേക്ഷിച്ചെങ്കിൽ പോലും ഞാൻ സ്വർണ്ണവിരോധിയൊന്നുമല്ല. കാരണം അങ്ങനെ സ്വർണ്ണവിരോധിയാകണമെങ്കിൽ യേശുവിന്റെ കാൽക്കൽ ജനന സമയത്ത് കൊണ്ടുവച്ചപ്പം വിദ്വാനോട് പറയണമായിരുന്നു എടുത്തുകൊണ്ട് പോവാൻ. അവിടെ എന്തൊക്കെ കൊണ്ടുവച്ചു? പൊന്ന്, മൂര്, കുതിരിക. അപ്പൊ യേശു സ്വർണ്ണവിരോധിയല്ല. ആമേൻ, ഹല്ലേലൂയ. പഴയ നിയമത്തില് യഹോവയായ ദൈവം പറയുന്നത്, പൊന്ന് എനിക്കുള്ളത്, വെള്ളിയും എനിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് പറയണ്ടേ, ദൈവം പറയണ്ടേ, യഹോവയായ ദൈവം പറയണ്ടേ, പൊന്നും വേണ്ട വെള്ളിയും വേണ്ടാന്ന്. ഇതൊക്കെ സ്വർഗത്തിലുണ്ട്, നിങ്ങൾ ചെന്ന് ചവിട്ടാൻ പോകുന്ന സ്ഥലം വരെ അങ്ങനെയുള്ളതാ. അതുകൊണ്ട് ഞാൻ സ്വർണ്ണവിരോധിയല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, അദ്ദേഹം അങ്ങനെ ഒരു വേർഡ് റിലീസ് ചെയ്ത സമയത്ത് വിശ്വസിച്ചില്ല. ഒരു ഫാമിലിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. പൈസയുടെ ആവശ്യം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു ഹ്യൂജ് എമൗണ്ട് ആവശ്യം വന്നു. അവര് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു സഹോദരനാണ്. അപ്പൊ ആ സഹോദരന്റെ മനസ്സിൽ ഒരു 2-3 ദിവസമായിട്ട്, പിന്നീട് ഈ വേർഡ് റിലീസ് ചെയ്തതിന്റെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഓട്ടോയിലേക്ക് തിരിഞ്ഞു നോക്കും. ഈ വേർഡ് അദ്ദേഹത്തിന് ഓർമ്മയില്ല. പക്ഷെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് സാധിപ്പിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ സഹോദരൻ ഓട്ടോ ഓടിച്ചു പോകുമ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ചേച്ചി പറഞ്ഞു, മോനെ, ഇതിനകത്ത് ഒരു റോൾഡ് ഗോൾഡ് ആണെന്ന് തോന്നുന്നുണ്ട്, കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കൈച്ചെയിൻ എടുത്ത് പുള്ളിക്കാരന് കൊടുത്തു. പുള്ളിക്കാരനും അത് റോൾഡ് ഗോൾഡ് ആയിട്ടാ തോന്നിയത്. വീട്ടിൽ ചെന്നപ്പോൾ മോള് ഫോട്ടോ എടുത്തപ്പം അതിൽ 916 എന്ന് ഇങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പം പാസ്റ്റർ അത് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഒരാഴ്ച അത് കയ്യിൽ വെക്കും, ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ ഇത് കൊടുക്കാം, അല്ലെങ്കിൽ അത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളതാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു അത് ദൈവം നിങ്ങൾക്ക് തന്നതാണെന്ന്. അവർക്കൊരു ടെൻഷൻ, എല്ലാവരുടെയും അല്ലേ എന്നുള്ളത്. ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യും. നിങ്ങൾക്കറിയാമോ, PGങ്ങള് വളരെ പുറകിൽ അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ഒരു ബട്ടൺസ് പോയിട്ട് അദ്ദേഹം ഇതുപോലെ വഴിയിൽ കൂടെ നടക്കുന്ന സമയത്ത് തന്നെ പടമുള്ള ഒരു ബട്ടൺസ് കൊടുത്ത ഒരു ദൈവമുണ്ട്, സെയിം കളറില്. അപ്പൊ അതേ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഒരു കൈച്ചീൻ 1 പവനോളം ഉണ്ടായിരുന്നു. അവരുടെ കടബാധ്യത മാറ്റാനുള്ള പണം അതിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം ആർക്കും, നിങ്ങൾക്കൊക്കെ ഇത് എക്സ്ട്രീം ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സിസ്റ്റർക്ക് ഈ വർഷം കിട്ടിയ വേർഡ്, അതായത് പ്രോമിസ് വേർഡ് കൊടുത്തപ്പം ആ സഹോദരിക്ക് കൊടുത്ത ഒരു വേർഡ്, നീ പണം വിതച്ച് വീട് കൊയ്യും, നീ ഇരുമ്പ് വിതച്ച് സ്വർണം കൊയ്യും. ഇത് പ്രവാചക പുസ്തകത്തിലുള്ള ഒരു വേർഡാണ്. പുള്ളിക്കാരി അത് വിശ്വസിച്ചു. വിശ്വസിച്ചു എന്ന് പറയുക മാത്രമല്ല, ആ വീട്ടിൽ അവർ മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ. ഭർത്താവിന്റെ വീട്ടില് ഇവരെ വർഷങ്ങളോളം, കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ വർഷങ്ങളോളം ഇവരെ വീട്ടിൽ കയറ്റിയിട്ടില്ല. പിന്നീട് അപ്പൻ മരിച്ചതിന് ശേഷമാണ് വീട്ടിൽ കയറ്റിയിട്ടുള്ളത്. പക്ഷെ അപ്പൻ തന്റെ മരുമകളാകാൻ പോകുന്ന മകൾക്ക് വേണ്ടിയിട്ട് ഭാര്യയുടെ കയ്യിൽ കുറച്ച് സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു കൈച്ചെയിനും ഒരു മാലയും പുള്ളിക്കാരി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ വേർഡ് എന്ന് റിലീസ് ചെയ്തോ പുള്ളിക്കാരി അത് വിശ്വസിച്ച് വീണ്ടും ഏറ്റു പറയാൻ തുടങ്ങി. ദൈവം നിങ്ങൾക്ക് ഒരു വാക്തത്വം തന്നാൽ ആ വാക്തത്വം കേട്ടിട്ട് പോകരുത്, അത് വിശ്വസിക്കുകയും ഏറ്റു പറയുകയും ചെയ്യണം. എപ്പോൾ നമ്മുടെ വായിൽ നിന്ന് അത് പുറത്തു വരുന്നോ അത് ജീവനായി വെളിപ്പെടും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനത്തെ ഇരുവായ് തലയുള്ള വാൾ എന്ന് പറയുന്നത്. ജീവിപ്പിക്കുന്ന വചനം എഴുതപ്പെട്ടതായി നമ്മുടെ കരങ്ങളിൽ ലഭിച്ചു. നീ അത് സംസാരിക്കുമ്പോൾ അത് ഇരുവായ് തലയുള്ള വാളായി തീരുകയാണ്. ആമേൻ. ഈ സിസ്റ്റർ അത് സംസാരിച്ച് പിറ്റേ ദിവസം ഈ അമ്മായിയമ്മ ഈ സിസ്റ്ററുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോളെ, പപ്പ മരിക്കുന്നതിന് മുൻപ് എന്റെ മകന് ആര് ഭാര്യയായി വരുമോ അവർക്ക് കൊടുക്കാൻ തന്നതാണ്, നീ ഇതിട്ടേക്കണം. എത്രയോ വർഷം മറഞ്ഞു കിടന്ന സാധനമാണെന്നറിയാമോ? ഒരു വചനത്തിന്റെ മുൻപാകെ വെളിപ്പെട്ടു വന്നു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്, ദൈവം അഭിവൃദ്ധി തരുന്ന ദൈവമാണ്. ഒന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് പറയാമോ, ദൈവം അഭിവൃദ്ധി തരുന്ന ദൈവമാണ്? വായ് തുറന്ന് പറഞ്ഞേ,
ദൈവം അഭിവൃദ്ധി തരുന്ന ദൈവമാണ്. ആരും അൺമ്യൂട്ട് ചെയ്യണ്ട. അൺമ്യൂട്ട് ചെയ്യാതെ തന്നെ അവിടെ ഇരുന്ന് പറഞ്ഞ് ദൈവമാണ് നിങ്ങളുടെ മുറിയിലേക്ക് ഇറങ്ങി വരുന്നതും നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതും. ബിൻസിക്ക് കേൾക്കണ്ട, നിങ്ങളും ദൈവമായിട്ടാണ് കേൾക്കേണ്ടത്. ദൈവം അഭിവൃദ്ധി തരുന്ന ദൈവമാണ്. യോസേഫിന് അഭിവൃദ്ധി കൊടുത്ത ദൈവം, ഇസഹാക്കിന് അഭിവൃദ്ധി കൊടുത്ത ദൈവം, അബ്രഹാമിന് അഭിവൃദ്ധി കൊടുത്ത ദൈവം ഇന്നും മരിച്ചിട്ടില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ഞാൻ ജീവനുള്ളവരുടെ ദൈവം അത്രേ. പ്രവാചകന്മാർ ഒരുപക്ഷെ മരിച്ചു പോയിരിക്കാം, നിന്നോട് അഭിപ്രായം പറഞ്ഞവർ ഒരുപക്ഷെ മരിച്ചു പോയിരിക്കാം, പക്ഷെ ദൈവം മരിച്ചിട്ടില്ല. ദൈവം മരിച്ചിട്ടില്ല. ദൈവം ഇന്നും ജീവനോടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ അഭിവൃദ്ധി തരുന്ന ദൈവമാണ്. അവൻ അഭിവൃദ്ധി തരുന്ന ദൈവമാണ്. പറഞ്ഞേ, അവരവരുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞേ, എന്റെ ദൈവം ആമേൻ എനിക്ക് ബിൻസിക്ക് അഭിവൃദ്ധി നൽകി തരും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ഒരു ദൈവം എനിക്കുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇസഹാക്കേ, ആമേൻ, നീ പോയപ്പോൾ ഒറ്റയ്ക്കാണ് പോയത്, എന്നാൽ നിനക്ക് അഭിവൃദ്ധി തരുന്ന ദൈവം നിന്നെ 2 കൂട്ടമായി കൊണ്ടുവരും. ഹല്ലേലൂയ. നിന്റെ ദൈവം അനുഗ്രഹിച്ചാൽ ഒരു മനുഷ്യൻ തരുന്നത് പോലെ ഒരു നേരത്തേക്ക് തന്നിട്ട് വിടുന്ന ദൈവമല്ല. അവൻ നിന്നെ 2 കൂട്ടമാക്കി മാറ്റി നിർത്താൻ പാകത്തിന് അനുഗ്രഹിക്കും. അതുപോലെ നിനക്ക് അഭിവൃദ്ധി നൽകി തരും. എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കണം. എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വിശ്വാസത്തിൽ സംസാരിക്കാൻ തുടങ്ങണം. എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിൽ വിതയ്ക്കാൻ തയ്യാറാകണം. ഈ 3 കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഈ അഭിഷിക്തികളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ദൈവപുത്രന്മാരെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. റഭാന ധാന ഷിയാന്തല റേക്കേനി 15 ഡിവൈസിൽ കയറിയിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ എന്നെ ക്ഷണിച്ച പ്രിയ സിസ്റ്ററെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിവൃദ്ധി ഉണ്ടാകട്ടെ. കർത്താവെ, വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുവാനുള്ള ഒരു അഭിവൃദ്ധിയിലേക്ക് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആ സിസ്റ്ററും കുടുംബവും കയറി വരട്ടെ. പ്രിയ സാരി സിസ്റ്ററെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബിസിനസ്സിൽ ആമേൻ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ആമേൻ. ദൈവരാജ്യത്തിന് കൊടുക്കുവാൻ കർത്താവിന്റെ ആത്മാവ് അവരെ സഹായിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. സിസ്റ്റർ രമ്യ സുനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഭിവൃദ്ധിയിലേക്ക് നിന്റെ മക്കളെ നയിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അൽബദാനിയാന്തല റെബേനിയ ആദം ബിജുവിന്റെ ആ ഡിവൈസിലുള്ള സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. രാജ്യത്തിന്റെ ഡോറുകൾ അവർക്ക് വേണ്ടി തുറന്നു വരട്ടെ. പ്രിയ സിസ്റ്റർ വത്സലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറകൾ പോലും അനുഗ്രഹിച്ച അഭിവൃദ്ധിയിലേക്ക് വരുന്ന തരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നന്മകൾ കൊണ്ട് അവരെ ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ആകാശത്തെ ഡെക്കറേറ്റ് ചെയ്തതുപോലെ, ഭൂമിയെ ഡെക്കറേറ്റ് ചെയ്തതുപോലെ അവരെ തലമുറകൾ ഡെക്കറേറ്റഡ് ആകട്ടെ. മെറിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്ന് ആ മകളോട് സംസാരിച്ച പ്രൊഫസിയെ അങ്ങ് സീൽ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. സിസ്റ്റർ സജിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. ആമേൻ. നന്മകൾ കയറി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. മരുഭൂമിയിൽ ആമേൻ നീർത്തോടുകൾ തുറക്കുന്നത് പോലെ നിന്റെ മകൾക്ക് വേണ്ടി നന്മകൾ തുറന്നു വരട്ടെ. ആമേൻ. വെള്ളമില്ലാതിരിക്കുന്ന സ്ഥലത്ത് ആമേൻ ഹല്ലേലൂയ നീർച്ചാലുകൾ ഒഴുകി വരുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ സിസ്റ്റർ സജിനിക്ക് വേണ്ടി ഡോറുകൾ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. സിസ്റ്റർ ഉഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നന്മകൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ഭണ്ഡാരം അവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. ആമേൻ. സിസ്റ്റർ രാജേശ്വരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായ ചിലതിലെ കൈപ്പറ്റുന്ന തരത്തിൽ സ്വന്തമായ ചില നിക്ഷേപങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ സിസ്റ്റർക്ക് വേണ്ടി ഒരുങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ബാക്കി എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അവരെല്ലാം അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.